സ്തോത്രം. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഏത് പകല് നമുക്കായി തന്നിരിക്കുന്ന ദൈവത്തിന്റെ വലിയ അമികാലയുടെ സ്തോത്രം, വലിയ കൃപയെ ഓർത്ത് നദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അവേ നമ്മുടെ പ്രാർത്ഥന ഒന്നും വെറുതെ പോകത്തില്ല. നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഒരു അനുഗ്രഹമാക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഏത് പകല് നമ്മുടെ മേൽ വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയും. സ്തോത്രം. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ എടുത്ത നമ്മുടെ തിരുവചനം പ്രാർത്ഥന. സ്തോത്രം. ഞാൻ 2-3 ആഴ്ച മുമ്പേ ഒരു മാസത്തോളമായിരുന്നു പറഞ്ഞപ്പോ പ്രാർത്ഥിക്കുമ്പോ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ത് വരുന്നേ? അല്ലയോ? പ്രാർത്ഥിക്കുന്ന മുമ്പേ അതിന് മുമ്പ് ചില കാര്യങ്ങളുണ്ട്, അത് പറയണ്ട. ചില കാര്യങ്ങളുണ്ട്. ആദ്യം പ്രാർത്ഥിക്കാനിരിക്കുന്ന മുമ്പേ ഒന്ന് ഒരുക്കപ്പെടും. അല്ലേ? പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരുക്കപ്പെടും. സ്തോത്രം. ദൈവാലയത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ തന്നെ ഒരു ഒരുക്കം ആർക്കുണ്ടാവണം? നമുക്കുണ്ടാവണം. ദൈവസ്ഥാനിൽ വരുമ്പോഴും തന്നെ നമുക്കൊരു ഒരുക്കം ഉണ്ടാവണം. കാര്യം ഇന്ന് പകൽ ഞാൻ ചിലത് പ്രാപിക്കും. ആർക്കും തരുവാൻ കഴിയാത്ത ചില ദൈവത്തിന്റെ നിധി, ദൈവത്തിന്റെ നന്മ, അനുഗ്രഹം ഇന്ന് പകലെന്തെയും നമ്മൾ പ്രാപിക്കുമെന്ന് പറയുന്ന ഒരു വലിയ ഒരുക്കം ഉണ്ടാവും. സ്തോത്രം. വന്നിരിക്കുമ്പോൾ കാലിലെ ചെരുപ്പെല്ലാം അയച്ചിട്ട് സ്തോത്രം വന്നിരിക്കും. ആണുങ്ങളാണെങ്കിൽ സ്തോത്രമാരെ പൂർണ്ണ ബോധ്യത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ വന്നിരിക്കും. സഹോദരിമാരാണെങ്കിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ തന്നെ തലയിലെല്ലാം തുണിയെല്ലാം ഇടണം. സ്തോത്രം. തലയിലെല്ലാം തുണിയെല്ലാം ഇട്ടായിരിക്കണം പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കണം. ആരാധിക്കുമ്പോൾ എല്ലാം തലയിൽ തുണിയെല്ലാം ഇട്ടിരിക്കണം. സ്തോത്രം. അത് സഹോദരിമാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരുക്കം. എന്തുവാ? സ്തോത്രം. അവർ ആ ഒരുക്കത്തോടെ ആരാധിക്കാൻ വന്നിരിക്കേണ്ടത്, അല്ലെങ്കിൽ സ്തോത്രം പ്രാർത്ഥിക്കാൻ വന്നിരിക്കേണ്ടത്, വചനം വന്നിരിക്കേണ്ടത് ആ തല തുണിയെല്ലായിട്ട് ഭൗതയോട് വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് സ്തോത്രം. നമ്മൾ കണ്ണുകൾ അടയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കണ്ണടയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്ന് ശക്തമായിട്ട് പറ, കേൾക്കുന്നില്ല. ചുറ്റുമുള്ളത് കാണാതിരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ ഫസ്റ്റ് ഉദാഹരണം, ചുറ്റും കാണാതിരിക്കാൻ വേണ്ടി നമ്മളെ കണ്ണടച്ചാൽ എന്താ? ആൾക്കാരാണ്. ചുറ്റുമുള്ളതെല്ലാം കണ്ണടച്ചാൽ എന്ത്? നമ്മളിത് കണ്ടിട്ട് കണ്ണടത്തി കഴിഞ്ഞാൽ നമ്മളെ ചിത്രം കൊണ്ടുവന്നു കേട്ടോ. എപ്പോഴാ വന്നേ? സംസാരിക്കാൻ പറ്റിയില്ല. ഇനി ഇന്ന് ചോദിച്ചറിയണം. വെച്ചിന് മുമ്പേ പത്രികാൻ വേണ്ടി പറയും. എത്ര കാര്യം അറിയണം. രഹസ്യമായിട്ടുള്ള വാർത്ത രഹസ്യം, പരസ്യമായിട്ടുള്ള പരസ്യമായിട്ട് പറയണം. ചില രഹസ്യമായിട്ട് പറയണ പറയുന്നു. അത് വിടുതൽ കിട്ടുമ്പോ പറയുള്ളൂ. അത് പറയും, ഒരു സാക്ഷ്യം പറയും. അങ്ങനെ പറഞ്ഞു ഇത് കണ്ണടച്ചാലും വരും. അത് കണ്ണ് തുറക്കുന്നത് ഈ കണ്ണടക്കെന്ന് പറയുമ്പോൾ ഒന്ന് ചുറ്റുമുള്ള കാണാതിരിക്കാൻ വേണ്ടി, ഒന്ന് അതെ നമ്മളൊരു ഏകാഗ്ര എന്താ മനസ്സിനെ പൂർണ്ണമായി ഏൽപ്പിക്കാൻ, കർത്താവിനെ ഏൽപ്പിക്കാൻ വേണ്ടി കണ്ണടയ്ക്കണമെന്ന് പറയുന്നു. എങ്കിലും കണ്ണടച്ചു എന്ന് പറഞ്ഞു പുറമേ കണ്ണടച്ചു എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അകമേ കണ്ണടയണം. പിന്നെ അകമേ കണ്ണൊന്ന് തുറക്കണം. എങ്ങോട്ട് നോക്കണം? പുറമേ കണ്ണടച്ചുകൊണ്ട് അകമേ കണ്ണൊന്ന് അടച്ച്, പുറമേ കണ്ണു അടച്ചിട്ട് പുറമേ കണ്ണ് അടച്ചുകൊണ്ട് അകമേ കണ്ണ് കുറച്ച് കഴിയുമ്പോൾ സ്തുതി സ്തോത്രം പറയുമ്പോൾ തുറക്കണം. ആരെ നോക്കണം? ദൈവത്തെ. പിന്നെ പുറത്ത് തുറക്കത്തില്ല. പിന്നെ പുറത്ത് എന്താ നടന്നത് പറഞ്ഞാലും അവനതൊന്നും കേറില്ല. അതൊന്നും അവന്റെ വിഷയമേ. ആ രീതിയിലേക്ക് ആര് മാറണം? ദൈവജനം മാറണം. സ്തോത്രം. ഇന്ന് പല രീതിയാണ്. ഇന്ന് ഒരു അടുക്കും ചിട്ടയില്ലാത്ത രീതിയാണ് പല പ്രാർത്ഥനയ്ക്കകത്ത് നടക്കുന്നത്, പ്രാർത്ഥനാലയത്തിനകത്ത് നടക്കുന്നത്, സഭയ്ക്കകത്ത് നടക്കുന്നത്, ഭവനത്തിനകത്ത് നടക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുമ്പോൾ പല രീതിയാണ്. ആ രീതിയൊന്നുമല്ല. എല്ലാത്തിനും ഒരു ഒരുക്കമുണ്ട്. ദൈവവചനം പറഞ്ഞിരിക്കുന്ന പ്രകാരം ഒരു അടിസ്ഥാനമുണ്ട്. എല്ലാവരും ആ അടിസ്ഥാന പ്രകാരം ആ പ്രാർത്ഥനയ്ക്ക് എത്തിയിരിക്കേണ്ടത് ദൈവമക്കളിരിക്കണം. എങ്കിലേ ദൈവത്തിന്റെ അനുഗ്രഹവും മഹത്വവും ആർക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ? ദൈവമക്കളായി നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. ഞാൻ ഇന്ന് കുഞ്ഞുങ്ങളോട് പറയുക, നിങ്ങളോട് ശക്തമായിട്ട് പറയുക, കുഞ്ഞുങ്ങളെ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു വലിയ ഗിഫ്റ്റ് ഉണ്ട്. ആ ഗിഫ്റ്റ് പ്രാപിച്ചോ. ആ ഗിഫ്റ്റ് പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നനയ്ക്കുന്നതിനും അപ്പുറമായി ആരത്ഭുതം ചെയ്യും. ദൈവം അത്ഭുതം. നിങ്ങൾ ഒന്ന് ആഗ്രഹിക്കുന്ന മുമ്പ് ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ ഇന്ന കാര്യത്തിന്
ഓർത്ത് കരയണ്ട, വിഷമിക്കണ്ട. നിങ്ങൾക്ക് അതിന് മുമ്പ് ദൈവം തരും. ആരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് ചെറു പ്രായത്തിൽ മുതൽ നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് അത് ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങൾ തരുന്നതല്ല. നീ ആഗ്രഹിക്കുമ്പോൾ മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വഴിയത്തില്ല, പക്ഷെ ദൈവം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരാൻ പറ്റും. ഞങ്ങൾക്ക് മേടിച്ചു തരാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇല്ലയോ? സ്തോത്രം. ഞാൻ ഒരു കാര്യം എന്ന് പറയട്ടെ. സ്തോത്രം. നമ്മുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന ഒരുവനാണ് നമ്മളത്. എന്റെ ഏറ്റവും വലിയ മകളാമണി എനിക്ക് ആഗ്രഹിച്ചു മക്കളെ കാണാം. ഉള്ളുകൊണ്ട് പലപ്പോഴും ആഗ്രഹിച്ചു, പക്ഷെ പുറത്തു പറയുന്നില്ല. ഒന്ന് നന്നായിരുന്നേ കൊള്ളായിരുന്നു. അനിയത്തിമാരെ കണ്ടാലും ചേട്ടത്തിമാരെ കണ്ടാലും കെട്ടിക്കിടിച്ച് കരഞ്ഞാൽ അങ്ങോട്ട് ആശ്വാസം വരും. മക്കൾ എന്ന് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ പൊന്നൂന്റെ ഹസ്ബൻഡ് പലപ്പോഴും പറയുന്നുണ്ട്, ഇങ്ങനെ സ്വന്തം അവരുടെ ബന്ധുക്കളെല്ലാം പറയുന്നത് സ്വന്തം ഇതിലും വലിയ പഠിച്ചിട്ടൊന്നും പലർക്കും ഒന്നും കിട്ടുന്നില്ല, തേരാപ്പാറ് നടക്കുക. ഇതെന്തു? ഇതാണ് ദൈവമക്കൾ. ഇതാ ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റ്, ദൈവം തന്നിരിക്കുന്ന അത്ഭുതം, ദൈവം ചെയ്യുന്ന നന്മ. ചിലത് താമസം ഉണ്ടെന്ന് പറഞ്ഞ് വിഷമിക്കല്ലേ? താമസം ഉണ്ടെന്ന് പറഞ്ഞ് വിഷമിക്കല്ലേ? ദൈവം തരാൻ പോകുന്ന സന്തോഷമായി. ഒരിക്കലും കരയാത്ത, ഞാൻ ഒരുപാട് ദിവസങ്ങൾ രാത്രി പകലും പലവരും നിന്ന പരിഹാസം കേട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവയിൽ ഒരിക്കലും കരയാത്ത രീതി സന്തോഷിക്കുവാൻ ദൈവം തരാൻ വേണ്ടിയായി ഈ കരച്ചിലെത്താം. ദൈവമക്കളെ, ഞാൻ ഈ യാക്കോബിന്റെ പഠിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് അറിയണം. വട്ടപൂജ്യമാക്കിയിട്ട് ദൈവം കിട്ടും അനുഗ്രഹവും. ആരുടെ അനുഗ്രഹം വഹിച്ചേ? പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹം ഇസ്ഹാക്കിനുണ്ട്. ഇസ്ഹാക്കിൽ നിന്ന് കൈമാറുന്ന അടുത്ത ആർക്കിലേക്കാണ്? യാക്കോബിലേക്കാണ്. അത്രയ്ക്ക് അമ്മ ദൈവപുരുഷനാക്കി. എങ്കിൽ പോലും അത്രേ അനുഗ്രഹം പ്രാപിച്ചിട്ട് വേറൊരു കമ്പ് കൊണ്ട് ഓടുക. സ്വന്തം വീട്ടിൽ പോലും കിടക്കാൻ പറ്റുന്നത് പേടിച്ചോടുക. അടുത്ത സംഭവിക്കാൻ പോകുന്ന വിഷയം എന്തുവാണെന്ന് പേടിച്ചോടുക. 20 വർഷത്തിന് മുമ്പേ യാക്കോബ് കടന്നുപോയവൻ, പേടിച്ചു പോയവൻ, ഒരു വഴികാട്ട് പോയവൻ 20 വർഷം കഴിഞ്ഞപ്പോൾ വലിയൊരു അധ്വാന ഫലമായി ദൈവം തിരിച്ചു കൊണ്ടുവരുക. നീ കളഞ്ഞ സ്ഥലത്ത് ദൈവം തിരിച്ചു കൊണ്ടുവരുക. ഭയപ്പെട്ട് ഓടിപ്പോയതാ. ഒരു ഭീരുവിനെ പോലെ, ഒരു കള്ളനെ പോലെ നീ ഓടിപ്പോയവരാ. പക്ഷേ കർത്താവ് തിരിച്ചു കൊണ്ടുവരുക, അനുഗ്രഹിച്ചു കൊണ്ടുവരുക. പോയവനല്ല. ആ 20 വർഷത്തിനു മുമ്പേ അപ്പനായ ഇസ്ഹാക്കിന്മേൽ കിടന്ന അനുഗ്രഹം പ്രാപിച്ചു വരുക. അനുഗ്രഹം ഇനി എന്ത് ചെയ്യാൻ പോവാ? കാണിക്കാൻ പോവാ. അതേപോലെ ഓരോ ദൈവമക്കൾക്കും നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹം ഒരു ശക്തികൾക്കോ ഒരു വ്യക്തികൾക്കോ എടുത്തു കളയാൻ പറ്റത്തില്ല. കാര്യം ആരാ തന്നിരിക്കുന്നത്? കർത്താവ് തന്നെന്ന് ഇന്ന് പലരും പൂർണ്ണ ബോധ്യത്തോടെ ദൈവവേദന നീ നിൽക്കുന്നുവെങ്കിൽ നിശ്ചയമായി ദൈവം തന്നെ അനുഗ്രഹിക്കും. ദൈവം തന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. യാക്കോബ് എന്ന് പറയുന്ന സ്തോത്രം വ്യക്തി ഒരു വലിയ ഗുണപാഠമാണ്. ദൈവമക്കൾക്ക് വലിയൊരു ഗുണപാഠമാണ്. ചെയ്യണ്ടെന്ന് ചില കാര്യങ്ങൾ ചെയ്യാനല്ലേ, ചെയ്യാൻ വേണ്ട ചില കാര്യങ്ങൾ ചെയ്യണം എന്നെല്ലാം നമ്മളെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്ന ഒരു വ്യക്തിയാണ് യാക്കോബ്. യാക്കോബ് എന്ന് പറയുന്ന പിതാവ് നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു വ്യക്തി. സ്തോത്രം. അവനെ അനുഗ്രഹിക്കുന്ന മുമ്പേ ദൈവത്തിന് അറിയാം അവന്റെ പേരെന്തുവാണ്. അവനെ കൊണ്ട് ചോദിപ്പിച്ചു. കാര്യം എന്തുവാ? 20 വർഷത്തിന് മുമ്പേ ഈ പേര് കബളിപ്പിച്ചാണ് അനുഗ്രഹം പ്രാപിച്ചത്. പക്ഷെ അനുഗ്രഹപ്പെടേണ്ടവനാ, അതുകൊണ്ട് അവൻ കബളിപ്പിച്ചു. പക്ഷെ 20 കൊല്ലം അതിനവൻ അനുഭവിച്ചു. 20 കൊല്ലം കഴിഞ്ഞപ്പോഴാ അവൻ അവന്റെയായിട്ടൊരു സമ്പാദ്യമായിട്ട് തിരിച്ചു വന്നത്. പലരും അവനെ കബളിപ്പിച്ചു. അവന്റെ അമ്മായിപ്പൻ പല വട്ടമായിട്ട് അവനെ കബളിപ്പിച്ചു. അവന്റെ വിശ്വസ്തതയെ കബളിപ്പിച്ചു. കാര്യം ഈ കബളിപ്പിന്റെ വേദന എന്തൊന്നും അവൻ അനുഭവിച്ചു. എല്ലാം അവൻ ഏറ്റു പറഞ്ഞിട്ടാ അവൻ ഈ യാക്കോബ് കടലിനകത്ത് തന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റ രാത്രി, സ്തോത്രം, കണക്കൂട്ടി ഒറ്റ രാത്രി കൊണ്ട് പ്രാർത്ഥിക്കുക. ആ 20 കൊല്ലം കൊണ്ട് സ്തോത്രം അതിലെ പലതും അവൻ സഹിച്ചു, പഠിച്ചു, അവൻ മരവിച്ചു, അവൻ വേദന അനുഭവിച്ചു, പ്രതികൂലം അനുഭവിച്ചു, ഹൃദയം മരവിച്ചു പോയി. ഒരു വിടുതൽ ഇല്ലയോന്ന് ഓർത്തു, അത്ഭുതം ഇല്ലയോന്ന് ഓർത്തു. അവൻ ആഗ്രഹിച്ചത് പലരും അവന് താമസം കിട്ടിയത് കിട്ടുമെന്ന് പലരും പറഞ്ഞു, അവന് കൊടുത്തില്ല. ഇതെല്ലാം അനുഭവിച്ച് 20 കൊല്ലം കൊണ്ട് അവൻ അനുഭവിച്ചിട്ട് തിരിച്ച് ദൈവം പറഞ്ഞവനെ തിരിച്ചയക്കുമ്പോ, അവൻ തിരിച്ച് ദേശത്തേക്ക് വരുമ്പോ, അവൻ യാക്കോബ് കടവിനകത്ത് അവൻ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവൻ അങ്ങോട്ട് പോയവനായിട്ടല്ല, വലിയ സ്വത്തുള്ളവനായിട്ട് ലഭിച്ചു ദൈവം. പക്ഷെ അവൻ അതിനകത്ത് സന്തോഷിക്കാൻ പറ്റുന്നു. കാര്യം എന്തുവാ? അവൻ അപ്പോഴും ആരെ പേടിയാ?
ദൈവം നമ്മളെ അയച്ചിട്ടുണ്ടെങ്കിൽ പേടിക്കരുത്. ഇത് ഏറ്റവും വലിയ ഗുണമാണ്, നമ്മൾ പേടിക്കരുത്. അവൻ യാക്കോബ് കടലിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഏശാവിനെ പേടിച്ചതുകൊണ്ടാണ് അവൻ കണ്ണുനീരൊഴുക്കി, ഭയപ്പെട്ടു. ഏശാവിനെ പേടിച്ചില്ലാതെ എന്ത് ചെയ്യുന്നില്ല. അപ്പൊ ആ പേടി കൊടുത്തതും നല്ലത്. ഒരു കാര്യം നോക്കിയാൽ നല്ലത്. അവൻ ആ പേടി കൊണ്ട് എന്ത് ചെയ്തു? പേടിച്ചു. എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? സ്വന്തം ജ്യേഷ്ഠൻ 400 പേരുമായിട്ട് വരുക അതിനെതിരെ. എങ്ങനെ, എന്തിനാ വരുന്നത്? സ്നേഹത്തിനാണോ ശത്രുതയ്ക്കാണോ? എന്തിനാ വരുന്നത്? നശിപ്പിക്കാനാണോ? സ്തോത്രം. ദൈവത്തിന്റെ അഭിഷേകം പ്രാപിച്ചവൻ പറയുക, ദൈവത്തോട് അന്ന് രാത്രി മൊത്തം മല്ലിട്ട് പ്രാർത്ഥിച്ചു. അവന്റെ ശരീരത്തിനകത്ത് സ്തോത്രം വേദന വന്നു, അവനെ തുടയുണ്ടാക്കി. എന്നിട്ടും അവൻ എന്ത് ചെയ്തു? പ്രാർത്ഥന വിട്ടില്ല. അവൻ രാത്രി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു. ദൈവദൂതൻ പറഞ്ഞു, എന്നെ വിട, എനിക്ക് പോകണം. അപ്പോഴൊന്നും പോകത്തില്ല, എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ല. അപ്പോഴവരെ നോക്കിയിട്ട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, നീ മനുഷ്യനോടും ദൈവത്തോടും മല്ലിട്ട് ജയിച്ചത് കൊണ്ട് നിന്റെ പേര് എന്താണ്? എന്റെ പേര് യാക്കോബ്. എങ്കിൽ ആ കബളിപ്പിക്കുന്ന പേര് നീ വേണ്ട. നിന്റെ പേര് ഞാൻ മാറ്റാൻ പോവാ, ഇസ്രായേൽ എന്ന് മാറ്റാൻ പോവാ. ഇന്ന് നീ വസിക്കുന്ന ദേശത്ത്, നീ വസിക്കുന്ന പട്ടണത്തിനകത്ത്, നിന്റെ ബന്ധുബന്ധങ്ങളുടെ മധ്യയിൽ ഇന്ന് നീ ഒരു പരിഹാസമാണെങ്കിൽ, ഒരു അപമാനമാണെങ്കിൽ, നിന്നെയാണെങ്കിൽ ഈ ബൈബിളിനെ ചേർത്ത് പിടിച്ച് നീ പ്രാർത്ഥിച്ചോ. നിന്റെ പേര് മാറ്റാൻ പോവാ. അതിനെ അവിടെ രംഗത്ത് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ഈ പെട്ടകത്തിന്റെ ഭവനത്തിൽ വന്നതുകൊണ്ട്, ഈ പട്ടണത്തെ ചുമന്നത് കൊണ്ട്, ഈ പെട്ടകത്തിന്റെ ഭവനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അനുഗ്രഹമായിരിക്കാൻ പോവാ. ഇന്ന് പകല് ചെന്ന് പ്രാപിച്ചേ മകനത്തുള്ളൂ. ഇന്ന് പകല് ചെന്ന് പ്രാപിച്ചേ മകനത്തുള്ളൂ. ഞാൻ വീടിന്റെ മുറ്റത്ത് മടങ്ങി ചെല്ലും. എന്നെ നിമിഷോടെ മധ്യേ ഞാൻ വരും. എന്നെ പരിവശത്തോടെ മധ്യേ ഞാൻ വരും. എന്റെ പട്ടണത്തിൽ ഞാൻ ഒരു പരിഹാസമാണോ, എന്നെയാണോ? ഇന്ന് പകൽ നീ മല്ലിട്ട് അവിടെ പ്രാർത്ഥിക്കുക. ദൈവത്തോട് മനുഷ്യരോട് മല്ലിട്ട് ഇന്ന് പ്രാർത്ഥിച്ചതുപോലെ, യാക്കോബ് പിതാവ് പ്രാർത്ഥിച്ചതുപോലെ, അപ്പാ ഞങ്ങളെ പ്രാർത്ഥിക്കുക. ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചവരാ, ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. അമ്മയുടെ ഉദരക്രമത്തെ ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചതാ. അതിന്റെ മഹത്വം അനുഭവിച്ചതാ. അതിനെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ ദൂരിന് പകൽ ഞങ്ങളെ നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. ആത്മസാന്നിധ്യം ഇത് പകൽ ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിന്റെ മഹത്വം ഇത് പകൽ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കഴിയാതെ ഒന്നുമില്ല. എന്റെ മകൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ മകനെ നിവർത്തിയാവോ? ആ ദൈവത്തിന്റെ ശക്തിയുടെ മകൾ വെളിപ്പെടാവോ? അധികമാണ് ഉള്ളവർ ആത്മാവിന്റെ ശക്തി പരിശുദ്ധമാവുന്ന ദൂത് വെളിപ്പെടാത്ത, ദൈവത്തിന്റെ ആത്മന വെളിപ്പെടാത്ത, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാത്ത, ദൈവത്തിന്റെ കൃപ വെളിപ്പെടാത്ത എല്ലാ ശത്രുക്കളുടെ ദുഃഖങ്ങളും ഇന്ന് പകൽ അഴിഞ്ഞു മാറട്ടെ. ഓരോ കുടുംബത്തെ അവകാശപ്പെടാൻ അഴിയട്ടെ. എന്റെ പേര് വാങ്ങാൻ പോവാ. യാക്കോബ് പിതാവ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽ ഞാൻ ദിവസമേ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ആരാധന കഴിയുമ്പോ എന്റെ പേര് മാറാൻ പോവാ. ചില നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളുടെ കുടുംബത്തിൽ മാറാൻ പോവാ. ഞാൻ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ആലോചന യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കാവോ? ദൂതൻ പ്രാർത്ഥന കേട്ടു, രാത്രി അനുഗ്രഹിച്ചു. സ്തോത്രം. അനുഗ്രഹിച്ചു. അത്രയും വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എനിക്ക് അതിനകത്തൊരു കാര്യം മനസ്സിലാക്കി. യാക്കോബ് പേരറിയാത്തോടല്ല ആ പേര് ചോദിച്ചത്. യാക്കോബിനോട് ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിന്റെ ദൂതൻ അറിയാം. ദൈവത്തിന്റെ ആത്മാവിന് നിറയപ്പെട്ടവനറിയാം. സ്തോത്രം. അബ്രഹാമിന്മേൽ കൊടുത്ത അനുഗ്രഹം ഇവന്റെ മേലിലേക്ക് പകർന്നെന്നറിയാം. സ്തോത്രം. എങ്കിലും അവന്റെ പേര് ചോദിച്ചു. എന്തുവാ? ആ കബളിപ്പിക്കുന്ന പേര് നീ നിനക്ക് വേണ്ട. നിന്റെ പേര് ഞാൻ മാറ്റി. നിന്റെ പേര് ഇന്ന് മുതൽ ഇസ്രായേൽ അറിയപ്പെടും. സ്തോത്രം. ഒരു ജാതിയുടെ പേരായി, ഒരു രാജ്യത്തിന്റെ പേരായി. സ്തോത്രം. ഇന്ന് അതല്ലേ സ്തോത്രം. ഇന്ന് ഈ ലോകത്തിലുള്ള എല്ലാ രാജ്യത്തിനും ഒരു ഭയമുള്ള രാജ്യത്തിന്റെ പേരായി.
എന്തുവാ? ഇസ്രായേൽ. ഇന്ന് പല പല രാജാക്കന്മാരുടെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ, പ്രതികൂലം നടക്കുമ്പോൾ എല്ലാം സ്തോത്രം, ഞാൻ വാർത്ത കാണാറുമ്പോഴെല്ലാം സ്തോത്രം അവരെടുത്തതായി പറയും, ഇസ്രായേലിനോട് വേണ്ട, എല്ലാവർക്കും അറിയാം അങ്ങോട്ട് വേണ്ട. കാര്യം എന്തോ? സ്തോത്രം, അത് ദൈവത്തിന്റെ രാജ്യമാണ്, അത് ദൈവത്തിനെ നോക്കണം, അതിനെ തൊട്ടാൽ സ്തോത്രം വേറെ ലെവല. അപ്പൊ ഇസ്രായേൽ എന്നൊരു പേര് ഉണ്ടാവാൻ കാരണം യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഏറ്റു പറഞ്ഞപ്പോൾ, ആ കുറവ് ഏറ്റു പറഞ്ഞപ്പോൾ, അവന്റെ വീഴ്ച ഏറ്റു പറഞ്ഞപ്പോൾ, അവൻ ചെയ്ത തെറ്റേറ്റു പറഞ്ഞപ്പോൾ ദൈവം അവന്റെ പേര് മാറ്റി. ഇന്ന് പ്രിയ ദൈവങ്ങളെ, നമുക്കെല്ലാം ചില പോരായ്മകളെല്ലാം ഉണ്ട്. എവിടെയെല്ലാം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്കുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്കിനെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവരെ ഭാഗ്യമാണ്, അത് വെളിപ്പെട്ടിരിക്കുന്നവരെ ഭാഗ്യമാണ് എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് അനുഗ്രഹം നൽകിയെന്ന് പറഞ്ഞ് കഷ്ടമില്ലാതെ, കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, വട്ടപൂജ്യത്തിൽ കൊണ്ടുവരും. വട്ടപൂജ്യത്തിന് ആര് പണിയത്തുള്ളൂ? കർത്താവ് പണിയത്തുള്ളൂ. യാക്കോബ് കിട്ടിയ ഉടനെ വലിയ സൗഭാഗ്യത്തോടെ സന്തോഷത്തോടെ വീട്ടിനകത്ത് അമ്മയുടെ കരത്തിന് കീഴില് അമ്മയാലെ സ്വസ്ഥതയോട് ചോറടിച്ച് കിടന്നവൻ, സ്തോത്രം. പക്ഷേ ദൂത് വന്ന് വീണപ്പോൾ അവൻ എന്ത് വരാൻ തുടങ്ങി? കഷ്ടം വന്നു. 20 കൊല്ലം വന്നേ കഷ്ടവും പ്രയാസവും സങ്കടങ്ങളും വന്നു. അവൻ പലയിടത്തും നിന്ദിക്കപ്പെട്ടു, പരിഹസിക്കപ്പെട്ടു, പലയിടത്തും കബളിപ്പിക്കപ്പെട്ടു. പക്ഷെ അവൻ ഒരിക്കലും എന്തിയില്ല, ദൂതിന് മാറിയില്ല. ദൂതിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചു, ആലോചനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം തക്കതായ സമയത്ത് ചെയ്തു, അവനെ പുറപ്പെടുവിച്ചു. സ്തോത്രം. എങ്കിൽ ചില കഷ്ടതകളും ചില പ്രതികൂലങ്ങളും പ്രയാസങ്ങളെല്ലാം ദൈവമക്കൾക്ക് എന്തിനു വേണ്ടിയാണ്? നന്മയ്ക്ക് വേണ്ടിയാണ്. സ്തോത്രം. ഞാൻ ഉറപ്പായിട്ട് പറയാം, അപ്പൂന്റെ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല പൊന്നൂർ ഇങ്ങനെ ഓടി വരും, ഇങ്ങനെ വരും. സ്തോത്രം. അത് ആരുടെ ബന്ധുക്കളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്? അപ്പൂന്റെ ബന്ധുക്കളായിട്ട് അപ്പൂന് നടക്കുന്നില്ല. സ്തോത്രം. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. സ്തോത്രം. ശത്രുക്കൾക്കാകെ രക്ഷപ്പെടുത്തുന്ന ഒരു ദൈവത്തെ എങ്ങനെ ആരാധിക്കും? ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ തുടങ്ങിയ അനുഗ്രഹം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തടസ്സപ്പെടുത്താൻ പറ്റുന്നില്ല. സ്തോത്രം. ദൈവം ഒരുവനെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹത്തെ അപ്പൂനെ പൊന്നോട് പറയും, എന്തോ നിനക്ക് കിട്ടിയ ഭാഗ്യം ഭയങ്കര ഇതേപോലെ മറ്റാർക്കും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ദൈവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അതാണ് ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ്. ഇവിടെ എന്ത് ചെയ്താൽ മതി? വിശ്വസ്തിയോട് ദൈവത്തെ സ്തുതിച്ചാൽ മതി, നന്ദി പറഞ്ഞാൽ മതി. എനിക്ക് ദൈവത്തിന് നന്ദിയോട് എല്ലാത്തിനും നന്ദിയോട്. പ്രയാസം വരുമ്പോ, പ്രതികൂലം വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ അമികാലിന്റെ പദവിയിൽ നിന്ന് അമികാലെ പുറപ്പെടുത്താതെ ദൈവത്തിന് നന്ദി പറഞ്ഞ്, എന്നോട് ഇത്രയും നാൾ ദൈവം ചെയ്തതെല്ലാം ഞാൻ മറക്കത്തില്ല, ഇത്രയും നാൾ എന്റെ ദൈവം എന്നോട് ചെയ്ത് മറക്കത്തില്ല, എന്റെ ദൈവം എന്നെ ഇത്രയും പോറ്റിയത് ഞാൻ മറക്കത്തില്ല, ഇത്രയും ഞാൻ ദൈവം വഴി നടത്തിയത് ഞാൻ മറക്കത്തില്ല. ദൈവ കർത്താവ് ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഒരു നല്ല ഡ്രസ് ഇടാൻ തുടങ്ങിയത്. ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ നല്ല സമാധാനം ഞാൻ കഴിക്കാൻ, സമാധാനം അനുഭവിക്കാൻ തുടങ്ങിയത്. ദൈവത്തെ അറിയാൻ തുടങ്ങിയപ്പോൾ നല്ല ആഹാരം കഴിക്കാൻ തുടങ്ങിയത്. സ്വസ്ഥതയോട് എന്തെങ്കിലും വല്ല ചെയ്യുന്നെങ്കിൽ, എന്തെങ്കിലും വല്ല ഭാവിക്കുന്നെങ്കിൽ അത് ദൈവത്തെ ആഗ്രഹിക്കാം, യേശുവിനെ ആഗ്രഹിക്കാം. ഒരിക്കലും ഞാൻ വന്ന വഴി മറക്കത്തില്ല. എന്റെ ദൈവം എന്നെ കൊണ്ടുവന്ന കൂട്ടിനെ മറക്കത്തില്ല. എന്റെ ദൈവത്തിന്റെ കരുതലിനെ മറക്കത്തില്ല. അപ്പൊ കൂടിയിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനന്തവും ഞാൻ ഭയപ്പെടത്തില്ല. എന്റെ യേശുവിനെ കരുതുന്നു, എന്റെ യേശുവിനെ ബലപ്പെടുത്തുന്നു, എന്റെ യേശുവിനെ ശക്തീകരിക്കുന്നു. ഒന്നും ഞാൻ മറക്കത്തില്ല. കഴിയുന്നു. എന്റെ ദൈവത്തിന് തരുവാൻ കഴിയാത്ത ഒരു കാര്യവും ഈ ലോകത്തിനാവില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് പകൽ പ്രിയ ദൈവത്തിനെ നീ വിശ്വസിച്ചോട് പ്രാർത്ഥിക്കുക. എന്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നും ഈ പകലില്ല. ദൈവത്തിന് അസാധ്യമായ ദൈവത്തിന് ഒന്നുമില്ല. ഈ പകൽ എന്റെ മേൽ ദൈവത്തിന്റെ വാക്കുകൾ നിവർത്തിയാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ദൂത് നിവർത്തിയാക്കുവാൻ എനിക്ക് ദൈവത്തിന് കഴിയും. അത് വിശ്വസിക്കുന്നവന് ദൈവത്തിന് മഹത്വം. ചില പ്രതികൂലവും ചില പ്രയാസങ്ങളായിട്ട് നമ്മളെല്ലാം ഇരിക്കുമ്പോൾ സ്തോത്രം, ദൈവം ചില ദൂതുകൾ തന്ന് ആരെ ബലപ്പെടുത്തും? ദൈവം ബലപ്പെടുത്തും. സ്തോത്രം, ബലപ്പെടുത്തും. ദൈവം ചില ദൂതെല്ലാം തന്ന് ആരെ ബലപ്പെടുത്തും? നമ്മൾ പ്രതികൂലം പ്രയാസമായിട്ടെല്ലാം ഇരിക്കുമ്പോൾ, സഭയെല്ലാം ഇരിക്കുമ്പോൾ ഏത് വിഷയത്തിനകത്തും ആര് പ്രതികൂലം പ്രയാസത്തിനകത്തും ആര് മറുപടി തരും? അതാണ് ദൂത് കേൾപ്പിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിന് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. നമ്മുടെ സഭയ്ക്കും ദൈവജനത്തിനെല്ലാം ചില എതിർപ്പുകളും പ്രതികൂലം വന്നപ്പോഴും കഴിഞ്ഞ ദിവസം ഞാൻ അതിനിങ്ങനെ ഓർത്ത് പാർച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനോനിഷ്ഠ ഒരു വെളിപ്പാട്. ആ ദൂത് സഭയ്ക്കോടും ഞാൻ നിങ്ങൾ
വേദനപ്പെട്ടിരുന്ന ചില വിഷയത്തിനകത്തുള്ള കാര്യം അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടതിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, തകർത്ത് കളയാൻ പറ്റത്തില്ല. മണ്ണിൽ പണിതപ്പെട്ടത് ഒരു കാറ്റ് വന്ന് മഴ പെയ്താൽ ഒലിച്ചു. പക്ഷെ അടിസ്ഥാനമുള്ളതാണെങ്കിൽ, പാറമേൽ പണിതയാണെങ്കിൽ എന്ത് ചെയ്യത്തില്ല, കാറ്റടിച്ചെന്ന് പറഞ്ഞാൽ, മഴ വന്നെന്ന് പറഞ്ഞാൽ, വെള്ളം വന്ന് പറഞ്ഞാൽ ഒലിച്ചു പോകത്തില്ല. അത് ഉറപ്പോടെ ഓർത്തോ ദൈവമക്കളെ, അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളെ പഠിക്കുന്നു, ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. നമ്മള് 10-12 കൊല്ലം സ്റ്റെപ്പ് കയറാൻ പറ്റ പാട് നമുക്കറിയാം അല്ലേ? സ്റ്റെപ്പ് കയറാൻ പറ്റ പാട്, അതിനകത്ത് ഇടിച്ചു കയറി കൊട്ടാരക്കര സ്റ്റാൻഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ദൈവമക്കൾ 2 വട്ടം ക്രോസ് ചെയ്യണം. അത് ഇച്ചിരിയുള്ള വീതിയല്ല, 2 വരി പാത ക്രോസ് ചെയ്ത് പുറത്ത് വരണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ കുറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബസ് സ്റ്റാൻഡിനകത്തോട് കയറി പോകുന്നത്, ഇറങ്ങി വരുന്നതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. സ്തോത്രം. ഇന്ന് ബസ് സ്റ്റാൻഡ് അവിടെ ചെന്ന് ഇപ്പുറത്ത് വണ്ടി ചെയ്തിട്ട് അപ്പുറത്ത് വന്നവരെ കുറെ നേരം എടുക്കും. ആ സമയത്ത് ആ പ്രതികൂലത്തിനകത്ത് പിന്നെ ഈ സ്റ്റെപ്പ് 3ാമത് നില വരെ കയറി 4ാമത് വരുമ്പോഴേക്കുള്ള വേദന, പ്രയാസം ആര് കണ്ടു? അന്നത്തെ കർത്താവ് ചെയ്ത് ഒരു വിശാലമായ ഒരു തൽക്കാലം ആശ്വാസമായിട്ട് ഇവിടെ ആരാധന തന്നു. സ്തോത്രം. ഇല്ലയോ? തൽക്കാലമാണ്, സ്ഥിരമൊന്നുമല്ല, തൽക്കാലമാണ്. ദൈവം വെച്ചിരിക്കുന്നത് എവിടെ ആയാലും പോകാൻ നമ്മൾ തയ്യാറാണ്. ദൈവം എന്തു പറഞ്ഞാലും തയ്യാറാക്കി. ആ സ്തോത്രം 8 നിലയുടെ മേലിൽ ആരാധിക്കാൻ പറഞ്ഞാൽ നമ്മൾ തയ്യാറാണ്. സ്തോത്രം. നമ്മൾ ഒരുക്കമാണെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. ഇല്ലയോ? ദൈവം അനുഗ്രഹിക്കുന്നു. തരണം. സ്തോത്രം. ഇപ്പം കാറിൽ തിരിച്ചു പോകുമ്പോൾ ആകെ ഇച്ചിരി ഉള്ളൂ, ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളൂ. ഒന്ന് ഞെരുങ്ങിയാൽ തന്നെ ബുദ്ധിമുട്ട്. ഞെരുങ്ങുമെല്ലാം ചെയ്യണം, എങ്കിലേ ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. സ്തോത്രം. അല്ലാതെ എന്റെ കാലം എനിക്ക് വിശാലമായിട്ടിരിക്കണം, എനിക്ക് ഇങ്ങനെ ഇരിക്കണം, ഒന്നും പറ്റത്തില്ല. ഇച്ചിരി ഞെരുങ്ങി പ്രയാസങ്ങൾ കൊണ്ടെല്ലാം പോകണം. സ്തോത്രം. ഒരു വണ്ടിക്കകത്ത് 5 പേര് പോകേണ്ട വണ്ടിക്കകത്തിലൊക്കെ 8 പേര് പോകേണ്ട വരും. സ്തോത്രം. അത് 1.5 കിലോമീറ്റർ പോയാൽ മതി, പിന്നെ വിശാലമായിട്ട് പോവാം. സ്തോത്രം. ഇതെല്ലാം ഞെരുങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ ആരനുഗ്രഹിക്കത്തുള്ളൂ? ദൈവം അനുഗ്രഹിക്കത്തുള്ളൂ. അതിന് ഞാൻ ഇരുന്ന് കൊടുക്കുക. അയ്യോ ഇത് പറ്റത്തില്ല കർത്താവേ. ദൈവം പറയണം, നിനക്ക് ഇത്രയും വിശാലമായിട്ട് സ്തോത്രം ഹല്ലേലൂയ നിനക്ക് കാർ പാർക്കിംഗ് തന്നു, വിശാലമായിട്ട് ആരാധിക്കാൻ തന്നു. സ്തോത്രം ഹല്ലേലൂയ. വിശാലമായ ശബ്ദത്തോട് നീ ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എല്ലാം തന്നു. പിന്നെ നീ എന്നോട് കൊടുക്കുക. ആര് ദേഷ്യം വരും? സ്തോത്രം. ഞാൻ നിങ്ങളെ സ്തോത്രം ദൈവമക്കളെ തിരിച്ചു കൊണ്ടുവിടും. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് 7 സീറ്റിന്റെ വണ്ടി വരാതെ സ്തോത്രം ഇരിക്കുന്നതനുസരിച്ച് നിങ്ങൾ കംപ്ലൈന്റ് പറയുന്നതനുസരിച്ച് ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് എന്നാലേ എന്ത് വരത്തുള്ളൂ? 7 സീറ്റിന്റെ വാഹനം വരത്തുള്ളൂ. സ്തോത്രം. 7 സീറ്റിന്റെ വാഹനം വേണം. അത് വരാനുള്ള സമയമായി. കാര്യം സ്തോത്രം. ദൈവമക്കളെ സ്തോത്രം. ഇത് ആരാധന തുടങ്ങുന്ന സമയത്ത് എനിക്ക് നല്ലോണം അറിയാം. ടൗണിനകത്ത് കൊച്ചു റൂമിനാണ് നമ്മൾ ആരാധിച്ചു. ഒരാളെ കാലിന്റെ മേൽ ഒരാളെ ബാധിക്കും. സ്തോത്രം. അന്ന് ഭൂതമെല്ലാം വിട്ടു പോകുമ്പോഴേ തെറിപ്പിച്ചോണ്ടാകും. സ്തോത്രം. ഒരാളെ അടിച്ച് അപ്പോഴാ ചൊല്ലാൻ വിശാലമായിട്ട് ഇരിക്കുന്നത്. അറിയുമോ? ഒന്ന് ഒതുക്കി തരും. അതിനകത്തിരുന്ന് ആരാധിച്ച അതിന് മേളിൽ വലിയ വിശാലത നിയമമാണ്. സ്തോത്രം. അതിലും വിശ്വസനായി നമ്മളൊന്നും പരാതി പറഞ്ഞില്ല. നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ഈ വിശാലതയുള്ളത്. ഇത് ഭയങ്കര വിശാലത. ഞാൻ ഒരിക്കലും പറയത്തില്ല, ഇത് ഭയങ്കര വിശാലത, വലിയ വിശാലത ദൈവം തന്നിരിക്കുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും വലിയ വിശാലത ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് പോകുന്നതിനല്ല, ചെറിയ ബുദ്ധിമുട്ടുണ്ടായാലും എനിക്കൊന്ന് അവിടെ പോകുന്നതിനായിട്ട് കൂടുതലായിട്ട് വരാൻ ഒരു വലിയ വിശാലത ആര് തന്നിട്ടുണ്ട്? അപ്പോഴേ ഇതിലും വിശ്വസമാണെങ്കിൽ ഇത് അധികാരമൊന്നുമില്ല. ഞാൻ ഒരിക്കലും പറയുന്നില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ദൈവത്തിന്റെ പാത്രത്തിലേക്ക് കയറാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വാടകയ്ക്കല്ല പാടിയിരിക്കുന്നത്. സ്തോത്രം. അല്ലാതെ ഇനിയും എനിക്ക് സ്തോത്രം അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ സ്തോത്രം ഒരു വേദനത്തോട്ട് മാറാനല്ല. അത് മാറുന്നത് എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് മാറാനാണ് ആഗ്രഹിക്കുന്നത്. സ്വന്തമായിട്ട് മാറാൻ. സ്തോത്രം. ഈ കുടുംബത്തില് സ്തോത്രം പ്രിയാചാര്യ മാമയ്ക്കും വലിയ മനസ്സാണ് കൊടുത്തത്. വലിയ മനസ്സാണ്. എന്തോ വിധത്തിന്റെ മധ്യയിലാണ് നമുക്ക് ആരാധിക്കുന്നത്. സ്തോത്രം. ആരാധിക്കുന്നത്. അതേപോലെ തന്നെ ഈ ദേശത്ത് സ്തോത്രമാകലിയ ചില ഭവനത്തിന് എങ്ങനെയെങ്കിലും നമ്മൾ ഓടിക്കണമെന്നുണ്ടോ? നടക്കത്തില്ല. കാര്യം ഇത് തീയാണ്. സ്തോത്രം. ഇത് ആരാ പണിതിരിക്കുന്നത്? കർത്താവാണ്. എനിക്ക് ഇവിടെ താമസിക്കണമെന്നോ സ്തോത്രമാകലിയ അല്ലെങ്കിൽ സ്തോത്രം ഈ ഭവനത്തിൽ തന്നെ ഇരിക്കണമെന്നോ എനിക്ക് ആഗ്രഹമില്ല. ദൈവം എന്ന് പറഞ്ഞാൽ എവിടെ പോകാൻ ഞാൻ തയ്യാറാണ്. ഏത് രാത്രി പോകാൻ ഞാൻ തയ്യാറാണ്. അബ്രഹാം കൂടാരം അടിച്ചുപോലെ അടിച്ചടിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കും. ഓക്കെ, പോകാൻ. പക്ഷേ ഇതിനകത്ത് തൊടാൻ വന്നു കഴിഞ്ഞാൽ കാര്യം ഇത് തീയ. നമ്മൾ കുറച്ചേ ഉള്ളൂ. പക്ഷെ നമ്മളെ കുറച്ചുള്ളെങ്കിലും ഇതിനകത്ത് എന്തോ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ തീയ. ഇത് പകൽ തിരിച്ചറിയണം ദൈവമക്കളെ. ഇത് തീയ. എന്റെ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥനയാണ്.
എന്റെ ഭവനത്തിനകത്ത്, എന്റെ റൂമിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. വിശ്വസിച്ചു, ഏറ്റെടുത്തു. എന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. ഞാൻ ഒഴുക്കുന്ന കണ്ണുനീര്, എന്റെ കിടക്കമേൽ ഞാൻ ഒഴുക്കുന്ന കണ്ണുനീര്, എന്റെ കട്ടിനകത്ത് ഞാൻ കാലിൽ വെച്ച് വെള്ളത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒഴുക്കുന്ന കണ്ണീരുണ്ടല്ലോ, ആ കണ്ണുനീര് ശ്രദ്ധയുള്ള പ്രാർത്ഥനയാണ്. ശ്രദ്ധയുള്ള പ്രാർത്ഥന. എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കാലിന് വേദനയുണ്ട്, പ്രയാസമുണ്ട്, മസിൽ പിടിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചില സമയങ്ങളിൽ മാറ്റി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥനയാണ്. സ്വർഗ്ഗത്തിലെ ദൈവം ദൂത് വിളിച്ചു പറയുന്നു, ഇന്ന് പകലേറ്റെടുത്തു. ആ ശ്രദ്ധയിൽ പെടാൻ തുടങ്ങിയ നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ദൈവം ആ ദൂതിന് മറുപടി അയച്ചതിന്റെ അർത്ഥം. അത് ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളെ നിരാശിപ്പിക്കുന്നത്, മടിപ്പിക്കുന്നത്, നമ്മുടെ മനസ്സിനെ മരവിപ്പിക്കാൻ നോക്കുന്നത്. അവിടെ പതറി പോലെ പ്രാർത്ഥന കൂട്ടിക്കോ, ദൈവം നിന്നെ പുറത്തിറങ്ങാൻ പോവുക. നമ്മുടെ ചുറ്റുപാട് പല നന്മകൾ കാണിക്കും, ചില അനുഗ്രഹങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മൾ അയ്യോ എനിക്കെന്താ കിട്ടാത്ത, എനിക്കെന്താ ഭാരപ്പെടണ്ട, ഇതിലും വലിയ അനുഗ്രഹം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ പിതാവേ, ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് നായകനും ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. ആ യേശു എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രാപിക്കുക. ദൈവമക്കളെ, നിന്റെ മേൽ കിടക്കുന്ന പ്രവചനം ഒരുവൻ കണ്ടു കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിനപ്പുറമോ ദൈവം അത്ഭുതം ചെയ്തത്. നീ ആഗ്രഹിച്ചതിന് അപ്പുറമായി പലക്കിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഇന്ന് പല പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, വിശ്വസിക്ക്, ആ ദൂതിന്റെ സമയം അടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ ദൂത് അപ്രകാരമാണ് വാഗ്ദത്തം വെച്ചിരിക്കുന്നത്, അപ്രകാരം അനുഗ്രഹം വെച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് ഗീതാന്റെ കുറിച്ച് ദൈവത്തിന്റെ ആലോചന പറയാം. ഒറ്റയ്ക്കായാലും ഇത്രയെല്ലാം പ്രതികൂലം വന്ന്, പ്രയാസം വന്നിട്ട് തളർന്നു പോലെ, വീട് പോലെ നിർത്തിയിരിക്കുന്ന ആരാണ് തിരിച്ചറിയ. ആ യേശുവിനെ ആരാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിർത്തിയിരിക്കണമെങ്കിൽ നിന്നെ നിന്ദിക്കുന്നവരെ, പരിഹസിക്കുന്നവരെ, നിന്നെ അപമാനിക്കുന്നവരെ മതിയോ ദൈവം തന്നെ ഉയർത്തുമെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. മക്കളെ ഇടയ്ക്ക് തന്നെ പലരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധിക്കുമ്പോ അതിനകത്തൊന്നും വീഴാതെ, അതിനകത്തൊന്നും തളർന്നു പോകാതെ ദൈവം നിർത്തിയിട്ടുണ്ടെങ്കിൽ നിത്യമായി ദൈവത്തിന്റെ ദൂതും വാർത്തകളും നിവർത്തിയാക്കി തരും. എന്റെ കണ്ണിനെ കുറച്ച് മങ്ങൾ തന്നത് ആ ദൈവത്തിന്റെ പദ്ധതി കൊണ്ടെന്ന് തിരിച്ചറിയുക. എന്റെ ശരീരത്തിന് വേദന തന്നത് ദൈവത്തിന്റെ പദ്ധതി കൊണ്ടെന്ന് തിരിച്ചറിയുക. അപ്പാ പിതാവേ, ആ രീതിയിലേക്ക് ആത്മീയ ശുശ്രൂഷയിലേക്ക് ദൈവം പുറത്തു കൊണ്ടുവരുന്നു. രോഗികളെ കൈവച്ച രോഗി സൗഖ്യമാക്കുന്ന രീതിയിലുള്ള അധികാരത്തിന്റെ ചില ശുശ്രൂഷകൾ കൈതരുമെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. അത് വിശ്വസയോടെ നിന്ന് അത് ഇരുപത്തി പ്രാപിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കാൻ പറ്റും. അവിടെ പുറമുറുക്കാൻ നിൽക്കല്ലേ, ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഇതെല്ലാം എനിക്ക് നന്മയ്ക്കാ, ഇതെല്ലാം എന്റെ അനുഗ്രഹത്തിനാ, ഇതെല്ലാം എന്റെ നിവർത്തന അത്ഭുതത്തിൽ ചെയ്യാൻ പോവാ എന്ന് വിശ്വസിച്ച് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ദൈവം രോഗിയുടെ മേൽ അധികാരത്തിന്റെ ശുശ്രൂഷ നിന്റെ മേൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. പുറമുറുക്കല്ലേ, ചില പ്രതികൂലം വരുമ്പോ പുറമുറുക്കല്ലേ. പ്രതികൂലം വരുമ്പോ എന്റെ ബുദ്ധിക്കനുസരിച്ച് കർത്താവ് വരാനൊന്നും ചിന്തിക്കല്ലേ. കർത്താവിന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ മാറാൻ ചിന്തിച്ചോണം. എങ്കിൽ ദൈവം അനുഗ്രഹിക്കും. ദൈവം പറയുക, ചില മങ്ങല് തന്നിരിക്കുന്നത്, ചില ശാരീരിക ക്ലേശം തന്നിരിക്കുന്നത്, ചില രോഗിയെ സൗഖ്യമാക്കാനുള്ള അധികാരം കിട്ടാൻ വേണ്ടിയാ. അല്ലാതെ ഇത് നിനക്ക് പ്രതികൂലമായി, പ്രയാസമായി നിന്റെ മക്കൾ വരെ പരിഹസിക്കുമ്പോ, മാറി നിന്ന് മരുമക്കൾ പരിഹസിക്കുമ്പോ അവരുടെ മധ്യയെ കൂടെ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. അനേകരെ സൗഖ്യമാക്കുവാൻ വേണ്ടി അവരുടെ മധ്യയിൽ അനേകര് വന്ന് അനേകം പേർ കാറുകൊണ്ട് നിർത്തിയിട്ട് നിന്നെ വിളിച്ചോണ്ട് പോയി അനേകർക്ക് സൗഖ്യം തരുന്ന രീതിയിലുള്ള ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിന്നെ ഉപയോഗിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. പരിജ്ഞാനം പ്രാപിച്ചു, അതിനകത്ത് കീഴ്പ്പെട്ട് പ്രാപിച്ചു, അതിനകത്ത് പരിജ്ഞാനത്തോടെ കീഴ്പ്പെട്ട് ദൈവസന്നിധി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ദൂത് പറയുക, ദൈവം ചിലതിന്മേൽ പകരാമോ. ചില പ്രതികൂലം തരുമ്പോഴും വട്ടപൂജ തരുമ്പോഴും ഒന്ന് പതറിപ്പോലെ. സ്തോത്രം.
അതേപോലെ സുവിശേഷം പറഞ്ഞ് ഒരുവരെ നേടിയെടുക്കുവാൻ പാടാണ്. ആ ശുശ്രൂഷയാണ് തങ്കമത്സ്യമേ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. സുവിശേഷം പറഞ്ഞ് സ്തോത്രം ഒരുവരെ നേടിയെടുക്കാൻ. സ്തോത്രം. ഇന്ന് സുവിശേഷം പറിച്ചു നേടിയെന്ന് സ്വയം പറയുക, പക്ഷേ പലരും ഇതില്ല, നേടാൻ പറ്റുന്നില്ല. കാര്യം സുവിശേഷം പറയുന്നത് മാതൃകയില്ല. സ്തോത്രം. ഇന്ന് സ്തോത്രം പറയുക തങ്കമത്സ്യത്തിൽ സംസാരിച്ചിട്ട് ചിലർ സംസാരിച്ചിട്ട് തോന്നുന്നു, ചിലർ പറയും അത് ഇച്ചിരി ഓവർ മെന്റലായത്. സ്തോത്രം. ഇതിനോട് കയറി ഹരം കൂടിയപ്പോഴും യേശു ക്രിസ്തുവിനെ കൂടുതൽ രുചിച്ചറിഞ്ഞപ്പോഴും അതിന്റെ ഇച്ചിരി ഇത് കാണിക്കുന്ന അതൊന്നും. പക്ഷെ ഈ പറഞ്ഞവരെല്ലാം തിരിച്ചു വിളിക്കും. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, എന്റെ കുടുംബത്തിനകത്ത് ഉറക്കമില്ലാതെ കിടക്കൊന്ന് വരുമോ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ, അത് യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ നിന്നെ നോക്കി പരിഹസിച്ചു, നിനക്ക് വട്ടാകും പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ ഏറ്റു പറയുമോ, സഹോദരി ഒന്ന് വന്ന് പ്രാർത്ഥിക്കും, എന്റെ കുടുംബത്തിനകത്ത് ഒന്ന് കേറ്, നീ ഒരു യേശുവിനെ ഒന്ന് പറ, നിന്റെ വായിന യേശു എന്ന് പറ. യേശു എന്ന് പറഞ്ഞപ്പോ നിന്നെ നോക്കി വട്ടെന്ന് പറഞ്ഞവര് പറയുമോ, യേശു നീ ഒന്ന് പറ, യേശു എന്ന് പറ. നിന്റെ വായിന തന്നെ ചില വാക്ക് എനിക്ക് ധൈര്യം തരുന്നു, എനിക്ക് ധൈര്യം തരുന്നു, എന്റെ ഫീൽഡ് മാറുന്നു, എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള അധികാരം തരുന്നു എന്ന് പറയുന്ന രീതിയിൽ പ്രിയമായ നിലവേ തൂത് കിടക്കുക, ദൈവത്തിന്റെ സുദൂരി കിടക്കുക, വാഗ്ദത്തം കിടക്കുക, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കോ. ഇന്ന് അത് കൈമാറിക്കൊണ്ടിരിക്കുമോ? ഒരു സാക്ഷ്യം പറഞ്ഞ് ഒരു സാക്ഷ്യം നേടാൻ ഭയങ്കര പാടാണ്. അതെന്ത് ചെയ്യണം? ജീവിച്ചേ പറ്റും. സ്വന്തം ആദ്യം ആ ജീവിക്കുന്നവർക്ക് എന്തുണ്ട്? ഒരുപാട് കുത്തുവാക്കുകൾ കേൾക്കും. ചിലപ്പോ അകത്തൂന്ന് കേൾക്കും, പുറത്തൂന്ന് കേൾക്കും. പറഞ്ഞിപ്പോല്ലേ നമ്മൾ ആർക്ക് വേണ്ടി പറയുന്നത് കേൾക്കുന്നത്? സ്തോത്രം. കർത്താവിന് വേണ്ടിയാണ്. ഞാൻ ഒരുപാട് കേൾക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറഞ്ഞിപ്പോല്ലേ വീട് പോലെ നമ്മൾ ആർക്ക് വേണ്ടിയാ? സ്വന്തം. അപ്പോഴും ചിലർ പറയും, ഇത്രയെല്ലാം ഭാഷിച്ച് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് വേണ്ടി ഇത്രയെല്ലാം ഞാൻ പറഞ്ഞിട്ട് അവനൊന്നും വന്നില്ലല്ലോ. സ്തോത്രം. അല്ല, അവന് സ്തോത്രം, അവൻ നമുക്കെതിരെ എന്തൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കുന്നില്ലല്ലോ, അവൻ ചുമ്മാതാണ്. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ നമ്മളെ ഈ അവസ്ഥയെ മാറ്റും. ആരും പിന്നെ നമ്മൾ പറയുന്ന ഓരോ വാക്കും ദേശത്തിനകത്ത് ചില ഭവനത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നത് കാര്യമോ ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ട് വെളിപ്പെടാറുണ്ട്. നമ്മൾ ക്ഷീണിച്ചു പോകാൻ വേണ്ടി ആദ്യം വിടുന്നത്. സ്വന്തം നമ്മൾ ക്ഷീണിച്ചു പോകുമ്പോൾ ആര് ബലം തരാൻ തുടങ്ങും? ദൈവം തരാൻ തുടങ്ങും. ഇത്രയും നാൾ ചില വാക്കുകൾ പറഞ്ഞ് ക്ഷീണിച്ചു പോയി. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധമായ ക്ഷീണിക്കട്ടെ, ആ ധൈര്യത്തോട് മുന്നോട്ട് പോവാ. നിന്റെ വാക്ക് ദേശത്ത് നിവർത്തിയാവാൻ പോവാ. ഓരോ ഭവനത്തിനകത്ത് നിവർത്തിയാവാൻ പോവാ. ഓരോ ഭവനത്തിലേക്ക് സംഭവിക്കാൻ പോവാ. അവരെടുത്ത് പറയുക, ഒരു വാക്കൊന്ന് പറ, യേശു എന്റെ വീട്ടിനകത്ത് കയറി, യേശു എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. ഒറ്റ സെക്കൻഡിലേക്ക് വേണ്ടി ഒന്നും വിളിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധ പറയുക, അപ്രകാരം അനേകരെ കർത്താവിന് വേണ്ടി നേടുമെന്ന്, അപ്രകാരം കർത്താവിന് വേണ്ടി അനേകരെ നേടുമെന്ന് ഇന്ന് പല ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുന്നു. വിശ്വസിക്ക്, ആ ദൈവത്തിന്റെ വാഗ്ദാനം എന്ന് കൈമാറട്ടെ. യാക്കോബ് ദൂതനെ അനുഗ്രഹമല്ല പ്രാപിച്ചു. ചില മനുഷ്യ ബുദ്ധി പിന്നെ പോകുമോ, നമുക്കുള്ള അതെല്ലാം വിട്ടോണം. നമ്മൾ പ്രാപിച്ചാൽ പിന്നെ ചുറ്റും നോക്കരുത്. അതുകൊണ്ട് പറഞ്ഞേ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കണ്ണടയ്ക്കണോ എന്ന് പറയുമ്പോൾ നമ്മളെ ഫസ്റ്റ് നമുക്ക് തന്നെ മറുപടി ഉണ്ട്, ചുറ്റും നോക്കാതിരിക്കാൻ വേണ്ടി. അതേപോലെ ദൈവത്തിന്റെ ദൂത് പ്രാപിച്ചവരെ ചുറ്റും നോക്കരുത്. ദൂത് പ്രാപിച്ചവരെ എപ്പോഴും ദൂത് പറഞ്ഞ ആരെയും നോക്കാവും? കർത്താവിനെ നോക്കാവും. ദൂതിനെ ഹൃദയത്തിനകത്ത് വെക്കാവും. നമ്മളെ ചെവിക്കകത്ത് കേൾക്കുന്നതല്ല ഈ ദൂതിന് നെഗറ്റീവായുള്ള കാര്യമാണ് കേൾക്കുന്നത്. നെഗറ്റീവായുള്ള കാര്യമാണ്. ചിലപ്പോൾ ഭവനത്തിനകത്തുനിന്നായാലും പുറത്തുനിന്നല്ല എപ്പോഴും ഈ നെഗറ്റീവേ കേൾക്കത്തുള്ളൂ. പോസിറ്റീവ് തരത്തിൽ. അപ്പോഴും നമ്മൾ ആരും എന്ത് ചെയ്യല്ലേ? നെഗറ്റീവിലേക്ക് ചിന്തിക്കണം. നമ്മൾ എപ്പോഴും നെഗറ്റീവിലേക്ക് ചിന്തിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഭൂത് പറഞ്ഞ് നമ്മൾ നോക്കണം. നെഗറ്റീവ് പറയുമ്പോൾ മനസ്സിനകത്ത് പറയണം, വിശാലെ ഈ നെഗറ്റീവ് ഒന്നും എനിക്ക് സംഭവിക്കത്തില്ല. കാര്യം ദൂത് പറഞ്ഞ ആരാ? കർത്താവ് യേശുപുത്രൻ. യേശുപുത്രൻ ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കുടുംബം പ്രാപിച്ചിരിക്കും. ഇന്ന് പകലെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ആദ്യം തന്നെ ദൈവത്തിന്റെ വചനത്തിന്റെ രൂപ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നുണ്ട് ദൈവം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. എന്നിട്ട് എന്നെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ, ഇന്ന് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ എടുത്തൊരു വാക്കുണ്ട്, ചില ചെങ്കലുകളെ പൊട്ടിക്കും.
ദൈവത്തിന്റെ ആത്മാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ചില ചെങ്ങലുകൾ തോന്നി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് അപ്പോസ്തലൻ രാത്രി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ, ആരാധിക്കാൻ തുടങ്ങിയപ്പോ, അയ്യോ ചെങ്ങലെ കിടക്കുക, ആമത്തി കിടക്കുക, സെല്ലി കിടക്കുക, അയ്യോ ഞാൻ ആരെ ഉയർത്തിയതാ, ഒരു പെണ്ണിന്റെ ഭൂതം ഒന്ന് വിട്ടതാ, ഒരു പെണ്ണിന്റെ ഭൂതം ഒന്ന് മാറ്റിക്കളഞ്ഞതാ, അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ അനുഭവം വന്ന് എന്നൊന്നും അവര് പരാതി പറഞ്ഞില്ല. അവര് പറയുക പൗലോസും സീലാസും പതിവ് പോലെ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവര് സെല്ലി കിടന്നാലും, അവരെ ആലുകൊട്ടാരത്തിനകത്ത് കിടന്നാലും, അവർ AC റൂമിൽ കിടന്നാലും, അവർ ചൂടത്ത് കിടന്നാലും, അവർ വെയിലത്ത് കിടന്നാലും, മരുഭൂമിയിൽ കിടന്നാലും, അവർ കൂടാരത്തിനകത്ത് കിടന്നാലും, അവർക്ക് ഒരു പതിവ് പോലെ അവർ ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ ആരാധിച്ചപ്പോൾ സംഭവിച്ചതെന്തുവാ? അവരെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന, അവർ പോലും അറിയാതെ അവരുടെ ശരീരത്തെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന ചെങ്കലുകൾ പൊട്ടാൻ തുടങ്ങി. ദൈവം ആദ്യം അവർക്ക് റിലീഫ് കൊടുക്കാൻ തുടങ്ങി. ഇന്ന് പിതാവ് മുഖത്ത് പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ഇന്ന് പകരം നീ ഓർത്തോ, നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോ നിനക്ക് പ്രതികൂലം കാണും, പ്രയാസം കാണും, ചില സങ്കടങ്ങൾ കാണും. ഇതൊന്നും നീ ഏറ്റുപറയേണ്ട. നീ പ്രാർത്ഥിക്കാൻ വിശ്വസ്തനാണെങ്കിൽ ഇതെല്ലാം അറിയുന്ന ഒരു കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത് ആദ്യം ദൈവം മരിക്കേണ്ടതായിരിക്കും. സ്തോത്രം. അപ്പോഴ് പ്രാർത്ഥിക്കാതിരിക്കുന്നത് അയ്യോ കർത്താവേ ഞാൻ പനി പിടിച്ച് കിടക്കുക എന്നൊന്നും പറയണ്ട. പനി പിടിച്ച് കിടക്കേണ്ടതാ. നീ എന്ത് ചെയ്താൽ മതി? അതുപോലെ പ്രാർത്ഥിക്കാതിരുന്നാ മതി. കർത്താവ് പഴയ പോലെ ശരീരം കൊണ്ട് വഴങ്ങുന്നില്ല, അതും പറയണ്ട. ആർക്കറിയാം? കർത്താവിനറിയാം. പനി വന്നതും കർത്താവിനറിയാം, പനി മാറ്റാനും കർത്താവിനറിയാം, നീ രോഗിയാണെന്നും കർത്താവിനറിയാം, നിനക്ക് രോഗമില്ല, നിനക്ക് ആരോഗ്യം തിരിച്ചു തരാനും ആർക്കറിയാം? കർത്താവിന് എല്ലാം ആർക്കറിയാം. അത് എപ്പോഴും ചിന്തിക്കണ്ടേ? എന്റെ ഈ പ്രതികൂലം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ചിന്തിക്കുന്ന ഒരു വിഷയമാണ്. ഞാൻ ആദ്യം ഭാരപ്പെടും ചില വിഷയത്തിനാണ്, എങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ദൈവസ്ഥാനം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഞാൻ തൊട്ട് ഇസഡ് വരെ എന്റെ കാര്യങ്ങൾ മൊത്തം അറിയുന്നുണ്ടാവും. എന്റെ കുറവ് അറിയുന്ന കർത്താവ്, എന്റെ പാപസ്വഭാവം അറിയുന്ന കർത്താവ്, എന്റെ നന്മ അറിയുന്ന കർത്താവ്, എന്റെ വിശുദ്ധി അറിയുന്ന കർത്താവ്, എന്റെ എല്ലാം അറിയുന്ന ആൾക്കാർ കർത്താവ്. അപ്പോഴ് എന്റെ എല്ലാ സ്വഭാവവും, എന്റെ കുറവുകളെ അറിയാം, എന്റെ സ്വന്തമായ പാപ സ്വഭാവത്തെ അറിയാം, എന്റെ നന്മയെ അറിയാം, എന്റെ ഹൃദയത്തെ അറിയാം, എല്ലാം അറിയാം കർത്താവ്. എന്റെ പാപവും ശാപവും മാറ്റുന്ന എന്റെ കർത്താവ്. സ്തോത്രം, സ്തോത്രം. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാൻ വിശുദ്ധിയോട് പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയാം, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം എന്തോ അറിയാം. ഉടനെ നമ്മുടെ പാപം ഉണ്ടെന്ന് പറയും. നീ വാർത്തയെ ഒന്നും കേൾക്കത്തില്ല, നിനക്ക് കുറവുണ്ട്, തെറ്റും. അപ്പോഴേ നമ്മൾ നേരിട്ട് പഠിക്കണം. ഇനി പ്രാർത്ഥിച്ച കർത്താവ് കേൾക്കൂ. ചുമ്മാ സമയം കളയുകയാണ്. അപ്പോഴേ പ്രാർത്ഥിക്കുന്ന കാര്യം എന്റെ ശാപത്തെ പാപത്തെ മാറ്റുവാൻ 2025 വർഷത്തിന് മുമ്പേ കാൽവരി ക്രൂശിൽ കയറിയ എന്റെ പാപവും ശാപവും മാറ്റിക്കളഞ്ഞു. ആ യേശുവിന്റെ രക്തത്താൽ, ആ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ഒഴുകിയ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ ഇന്നെ ശുദ്ധീകരിക്കണേ അപ്പ. എന്നെ ഒന്ന് വിടുവിക്കണേ അപ്പ. എനിക്ക് ആ പാപ സ്വഭാവം വേണ്ട, എനിക്ക് ആ പാപ സംസാരം വേണ്ട, എനിക്ക് പാപ സ്വഭാവം എനിക്ക് വേണ്ട. എന്നെ വേട്ടയാടുന്ന പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എനിക്ക് പുറത്തു വരണം. എനിക്ക് അങ്ങയുടെ പൈതലായ മതി. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ ശത്രു പലപ്പോഴും എന്നെ വാദിച്ചുകൊണ്ടിരിക്കുക. എന്റെ മുൻകോപം, എന്റെ പാപം, എന്റെ പകല് അത് വിട്ടുമാറട്ടെ. ഇന്ന് പകല് വിട്ടുമാറട്ടെ. നിന്റെ സംസാര പാപം അത് വിട്ടുമാറട്ടെ. നിന്റെ കൊടുക്കൽ പാപം അത് വിട്ടുമാറട്ടെ. നിന്റെ ശരീരത്തെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ അത് കൈവിട്ട് അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആര് മാറ്റും? കർത്താവ് മാറ്റും. കഴിവും കർത്താവ് ശുദ്ധീകരിക്കും. കർത്താവ് മാറ്റി നമ്മളെ എന്ത് ചെയ്യും? കർത്താവ് പണിയും. ഇത്രയും പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ദൂത് പ്രാപിച്ചവൻ എന്ത് ചെയ്യുക? 3-4 ഗ്രൂപ്പായിട്ട് അവൻ മാറ്റുക. ഗ്രൂപ്പാക്കി ഫസ്റ്റ് ദാസനും ദാസിമാരെ എല്ലാം ഫ്രണ്ടിലാണ്. ഫ്രണ്ടിലാണ്. അത് കഴിഞ്ഞപ്പോ അടുത്തൊരു ഗ്രൂപ്പിനെ മാറ്റി. അവസാനം അവന് പ്രിയപ്പെട്ട യോസേഫിനെ അവന്റെ അമ്മയും വേറെ ആദ്യം നശിച്ചു വന്ന് ഇവരെല്ലാം നശിച്ചു.
അപ്പൊ കുരുട്ട് ബുദ്ധി നോക്കിക്കോണം, അതെല്ലാം നശിച്ചു പോയിട്ട് ഞാൻ ദൂത് കേട്ടവനാണ്, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും മണ്ണിട്ട് ജയിച്ചവൻ, എന്റെ പേര് മാറ്റി തന്ന, എനിക്കതിന് പേടിയില്ല എന്നല്ല. എന്ത് ചെയ്യുക? ഈ കുരുട്ട് ബുദ്ധിയാണ് കാര്യം. 400 പേരുമായിട്ട് ആര് വരുവോ? യേശാവ് വരുവോ? ഇന്ന് പ്രിയരെ ഇതേപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് പിതാപുത്രൻ പരിശുദ്ധാത്മാവിന്റെ മഹത്വമുള്ള യേശുവിന്റെ പൈതലായ നമ്മളെ പലരുടെ ഫ്രണ്ട് ഇതേപോലെ നമ്മൾ പതറിപ്പോകും. ചിലവരുടെ വാക്ക് കേൾക്കുമ്പോൾ, ചില അമിക തോന്നരുത്, ചില നെഗറ്റീവ് അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ പതറിപ്പോകല്ലേ. അപ്പൊ ഓർക്കുന്ന എന്റെ യേശുവുണ്ട്, ഈ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുന്ന ദൈവമുണ്ട്. എന്നെ നിന്ദിച്ചവരും പരിഹരിച്ചവരും അപമാനിച്ചവരും മധ്യേ അമികാലോകം എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ നിന്ദിച്ചവരും പരിഹസിച്ചവരും അവന്റെ അമികാലോകം നാവുകൊണ്ട് തന്നെ തിരിച്ചു പറയുന്ന ഒരു ദൈവമുണ്ട്, തിരിച്ചു പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നത്. എന്ന് പകരം വിശ്വസിച്ചോണം, ഏറ്റെടുത്തോണം. ദൈവം നിശ്ചയമായും ആർക്ക് മറുപടി തരും. അതിൽ പോകല്ലേ, ചിന്തരപ്പെട്ടു പോകല്ലേ, വീണ് പോകല്ലേ. എന്ത് ചെയ്യാം? യാക്കോബ് ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് എന്തുവാ ഇരിക്കുക. ദൈവം ആദ്യം പൊളിക്കുക. ഇതിനകത്തൊരു ബോധം ആദ്യം പൊളിക്കുന്നത് ബോധം. സ്തോത്രം. 33 മുതൽ ഉള്ള വാക്യം വായിക്കാം. 33-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാം. സ്തോത്രം. ഇത് അനുഗ്രഹം പ്രാപിച്ചിട്ട് വന്ന യാക്കോബ, ദൂതൻ അനുഗ്രഹിച്ചിട്ട് പോയതാ, ഇസ്രായേലിന്റെ പേര് കൊടുത്തതാ. അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ പറയാൻ പോകുന്നത്. എന്തുവാ? ഇവൻ 3-4 പാർട്ടാക്കി ആരെ വിട്ടു? ആൾക്കാരെ വിട്ടു. 20 കൊല്ലം കൊണ്ട് സമ്പാദിച്ചതെല്ലാം 3-4 രീതിയിലേക്ക് മാറ്റി. കാര്യം എന്തുവാ? ആദ്യം തൊടുവാണെങ്കിൽ അത് പോട്ട് ബാക്കി കൊണ്ട് ഞാൻ രക്ഷപ്പെടും. ഈ ചിന്തയാണ്. എന്നാ ഇതിനെ ഞാൻ മറികടന്ന് ഇതിനെ ഞാൻ ജയിക്കുമെന്നല്ല, ഈ മതിൽ ഞാൻ ചാടിക്കിടക്കുമെന്നല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് പ്രതികൂലമായി നിൽക്കുന്ന ഈ വിഷയത്തിനെ മതിൽ ചാടിക്കിടക്കുമെന്ന് പറയുന്ന ദൈവത്തിന്റെ ചിന്തയല്ല. അപ്പോഴും എന്തുണ്ട്? നെഗറ്റീവ് ചില ചിന്തകളുണ്ട്. യേശാവ് എന്തോ ചെയ്യും. ദൈവം അനുഗ്രഹിച്ചതിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവായത് സ്തോത്രം. 33-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കാം. തന്റെ മക്കളെ ലേയായുടെ അടുക്കലും റാഹേലിന്റെ അടുക്കലും ദാസിമാരുടെ അടുക്കലും വിഭാഗിച്ചു നിർത്തി. ദാസിമാരെയും അവരുടെ മക്കളെയും മുമ്പായും ലേയായെയും അവരുടെ മക്കളെയും പിന്നാലെയും റാഹേലിനെയും യോസേഫിനെയും ഒടുക്കമായി നിർത്തി. അവൻ അവർക്ക് മുമ്പായി കടന്ന് 7 പ്രാവശ്യം സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് തന്റെ സഹോദരനോട് അടുത്തു ചേർന്നു. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റ് ആലിംഗനം ചെയ്തു. അവന്റെ കഴുത്തിൽ വീണവനെ ചുംബിച്ചു. പുള്ളിക്കാരോട് വാളുപാട്ട് വന്ന് വെട്ടുവാൻ നശിപ്പിക്കുക, ചിന്തയെല്ലാം പോയി. എന്നിട്ട് പറയും, മനസ്സിനകത്ത് പറയും, ദൈവം വരട്ടോണ്ട് അങ്ങനെ നടക്കത്തില്ല. നമ്മൾ പറയുന്ന പോലെ സ്തോത്രം. പ്രതികൂലം വരുമ്പോൾ നമ്മൾ പറയും ദൈവം കൈവിട്ടോ. എന്നിട്ട് അവർക്കും പറയും പരിശുദ്ധാത്മാവിന്റെ ഒരു ചെറിയ വെളിച്ചം വന്നൊരു വെളിക്കും. അങ്ങനെ ദൈവം പറഞ്ഞോളൂ നടക്കത്തൊന്നുമില്ല, നടക്കത്തൊന്നുമില്ല എന്നല്ല പറയും. ഈ നടക്കത്തില്ലെന്ന് പറയുന്ന ഫ്രണ്ടിൽ വരണം. നടക്കത്തില്ല, സ്തോത്രം. നടക്കത്തില്ലെങ്കിൽ നടത്തി തരുന്നത് ദൈവത്തെന്നോട് പറയുന്ന കാര്യമാണ്. ആരുടെ ചിന്ത വരേണ്ടത്? ദൈവവേദന്റെ ഫ്രണ്ടിൽ വരേണ്ടത്. ഈ നടക്കത്തില്ലെന്നും താഴെ ഇറങ്ങണം. ഒരിക്കലും കത്താത്ത രീതിയിലാണ് ഇറങ്ങുന്നത്. ഈ കത്തിയിരിക്കുന്ന ഒരു രൂപം നടത്തി തരുന്ന ഒരു കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത്. ഈ നിന്ന മാറ്റുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നു, പരിഹാസം മാറ്റുന്ന ദൈവത്തെ ആരാധിക്കുന്നു. ഇല്ലയോ? സ്തോത്രം. മകളാവണിയുടെ 2 മക്കളെ എത്ര പേര് നിന്ദിച്ചത്, എത്ര പേര് പരിഹസിച്ചത്, എത്ര പേര് അപമാനിച്ചത്. അതുപോലെ മുരളിച്ചേട്ടന്റെ കുടുംബത്തിനകത്തുനിന്ന് എത്രയെല്ലാം അപമാന വാക്കുകൾ കേട്ടോ. അവരെല്ലാം ഞെട്ടിക്കുന്ന രീതിയിൽ ആരും ഉയർത്തി. എന്തുകൊണ്ടാണ് ഈ അപമാനത്തിന് വേണ്ടി തളർന്നു പോയതിന് കൂടി ദൈവത്തെ മുറുകി പിടിച്ചു. തളർന്നു പോയിട്ടുണ്ട്, പലപ്പോഴും തളർന്നു പോയിട്ടെല്ലാം ഉണ്ട്. പക്ഷെ അവരെല്ലാം ദൈവത്തെ മുറുകി പിടിച്ചുകൊണ്ട് ചാടി എഴുന്നേക്കാൻ പറ്റി. ഇന്ന് പകരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിന്നെ ശാപത്തിലും പാപത്തിൽ ഞാൻ വലിച്ചെടുത്തു. അത് മാത്രമല്ല, നീ ഓർക്കണം, നിന്നെ എന്നോട് ചാരി നിർത്തി. ആരോടെ ചാരി നിൽക്കുന്നത്? ദൈവത്തോട്. ഈ ചാരി നിൽക്കുന്നത് പറയുന്നതിന്റെ അർത്ഥവും എന്തുവാ? ചാരി നിൽക്കുന്നെങ്കിൽ നമുക്ക് സുഖമായിട്ട് സംസാരിക്കാം. എന്നോട് ചാരി നിൽക്കുന്ന ഒരാളോട് എനിക്ക് വ്യക്തമായിട്ട് സംസാരിക്കാൻ പറ്റും. മാറിയിരിക്കുമ്പോൾ എനിക്ക് ഇതിന്റെ അർത്ഥം എന്തുവാ? മാറിയിരിക്കുമ്പോൾ ബഹുമാനത്തോട് നിന്നേക്കും. ഈ ചാരി നിൽക്കുമ്പോൾ അത് വേണ്ട, ആത്മാർത്ഥമായിട്ട് സംസാരിക്കുക. അല്ലയോ? ആണോ?
ഞാൻ എന്റെ തലക്ക് പോയിക്കുക. എനിക്ക് തോന്നുന്നു ചാരി എന്നാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില കോൺഫിഡൻസോട് സംസാരിക്കാൻ പറ്റും. എന്നോട് ചാരി ഇരിക്കണമെങ്കിൽ എന്നെ അത്ര ഇഷ്ടപ്പെട്ടു ആണോ? മാറിയിരിക്കുവാണെങ്കിൽ ബഹുമാനത്തോട് സംസാരിക്കും. പക്ഷെ ചാരി ഇരിക്കുവാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും? ചൂട് കോൺഫിഡൻസ് എന്നെ ഇത്രയും. ചിലവരെല്ലാം വന്നിട്ട് ചില പഴയ അധ്യാപകർ, ഇപ്പോഴത്തെ തലറിഞ്ഞ കുറെ അധ്യാപകരല്ല, തല വിവരമുള്ള അധ്യാപകർ, പണ്ടത്തെ അധ്യാപകരെല്ലാം സ്വന്തം ഏറ്റവും കൂടുതൽ കുമാരം നടിക്കുന്ന പിള്ളേരെല്ലാം വന്നിട്ട് തോളയെല്ലാം കോൺഫിഡൻസ് സാറിനോട് ചോദിക്കും. എന്തുകൊണ്ടാണ് എന്റെ പ്രശ്നം? എന്താണ് നിനക്ക് മാർക്ക് കുറഞ്ഞു പോയത്? നീ ചില കുമാരത്തെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ മാർക്ക് എന്താ പറഞ്ഞേ എല്ലാം പറഞ്ഞു ചാരി നിർത്തി തോളയെല്ലാം കൈയിടുമ്പോഴേ നമുക്കൊരു സ്നേഹമോ ഒരു ബഹുമാനം. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു അധ്യാപകൻ. ആ സ്കൂൾ മുഴുവനും പുള്ളിക്കാരനാണ്. പുള്ളി വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നീ ചലിക്കുന്നത്. എത്ര വലിയ പാർട്ടിക്കാരും സമരക്കാരും വന്നാൽ പോലും പുള്ളി ഇറങ്ങി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? SFIയുടെ സമരമെല്ലാം വിളിച്ചോണ്ട് ഞാൻ പുറത്തു വരുമ്പോഴ്, ഞാൻ വിളിച്ചോണ്ടെല്ലാം വരുമ്പോൾ മുദ്രാവാക്യെല്ലാം വിളിച്ച് പുറത്തു വരുമ്പോഴ് പുള്ളിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോകും. പാർട്ടിക്കാരെല്ലാം അടുത്ത് നിന്ന് ഞാൻ നോക്കത്തില്ല, പുള്ളിയെ കണ്ടു വരും. ഇതിന് പുള്ളിക്കാരൻ അത്രയ്ക്ക് ഭയമുള്ളതാണ്. പുള്ളിയുടെ വരവും പോക്കും അതാണ്. അന്നത്തെ ഹൈറ്റും വെയിറ്റും പുള്ളിയുടെ മുഖത്തൊരു ചിരിയില്ല, ഭയങ്കര ദേഷ്യം. അന്ന് പിള്ളേരോട് ഭയങ്കര സ്നേഹം. സ്വന്തം പുള്ളിയുടെ ഒരു അടി കൊണ്ടുപോയി പിന്നെ ഒരിക്കലും അടി കൊള്ളാൻ പോകത്തില്ല. ആ രീതിയിലായ വേദന. സ്തോത്രം. വീട്ടുകാര് സ്തോത്രം വൈകിട്ട് കുളിക്കാൻ തന്നെ നിൽക്കാറില്ല, ഒരു മനസ്സിലാവും ആ അടിയുടെ സുഖം. സ്തോത്രം സ്തോത്രം. ഇന്ന് മാതാപിതാക്കൾ അങ്ങനെ അടിക്കുവാണെങ്കിൽ വിളിക്കാൻ സാധനം തിരിച്ചടിക്കും. അത് അടിക്കാനുള്ള യോഗ്യതയും സാറന്മാർക്കില്ല. ഒന്നാമത്തെ കാര്യം അതും പറയാം, പല സാറന്മാർക്കും അതിനുള്ള യോഗ്യതയും. സ്തോത്രം. അപ്പോഴേ ഞാൻ ഈ ചില വർഷങ്ങളെല്ലാം കഴിഞ്ഞ്, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് സ്തോത്രം ഒരു സ്തോത്രം എനിക്കൊരു 10-25 വർഷം കഴിഞ്ഞിട്ട് 10-20 വർഷം കഴിഞ്ഞിട്ട് സ്തോത്രം ഞാൻ ടൗണിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു പേര് വിളിച്ചു. വണ്ടിയിൽ ഞാൻ ഇറങ്ങുമ്പോൾ പ്രിയ സ്തോത്രം. ഈ സാറ് വന്നപ്പോൾ തന്നെ ഞാൻ പേടിച്ചത്. സ്തോത്രം. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. 10-15-20 വർഷത്തോളമായി. ഇനിയും എനിക്കെന്തോ സാറുമായിട്ട്, പക്ഷെ പഴയ ആ പേടിയും ബഹുമാനമല്ല എനിക്ക് വന്ന് എന്റെ അടുത്ത് വന്നിട്ട് പുള്ളിക്കാരൻ എന്റെ തോളെ കയറി കേട്ടപ്പോൾ എനിക്കൊരു ചെയ്യേണ്ട എന്തുവാ, ഒരു എങ്ങനെ നിൽക്കേണ്ടത്, നിൽക്കാനും പേടി, കൈ കെട്ടി നിൽക്കാൻ പേടി, കൈ നിർത്താൻ അത്രയ്ക്ക് ബഹുമാനത്തോട് സ്നേഹം പുള്ളിയോട് വെച്ച് എന്തുകൂടാ പണി. ഞാൻ താഴെ മേൽപോട്ട് നോക്കി ഞാൻ അതെ പിള്ളേരോട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇന്ന് ഞാൻ വൈകിട്ട് ഇറങ്ങത്തിൽ ഓർത്തതാ, പക്ഷെ വൈകിട്ട് ഞാൻ നടക്കാൻ ഇറങ്ങിയതുകൊണ്ട് അതിനെ കാണാൻ പറ്റി. നീ എന്റെ വീട്ടിലൊന്ന് പറഞ്ഞു സ്തോത്രം. എനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞു. എനിക്ക് ഇനി അഭിമാനത്തോട് പറയാം സ്തോത്രം. എന്റെ സ്റ്റുഡന്റ് എന്നെ ഒരുപാട് സന്തോഷിച്ചു. അന്നത്തെ ദിവസം ഞാനും സന്തോഷിച്ചു. അത് കഴിയുമ്പോൾ സാറിനെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, സാറിനോട് പറയാറുണ്ട് വീട്ടിൽ വേണമെന്ന് വിളിക്കാറുണ്ട്. സ്തോത്രം. ആ സ്നേഹം വലുതാ എന്ന് പറഞ്ഞാൽ തോളെ കയറ്റപ്പോ സ്കൂളിൽ പോലും വെച്ച് ഇങ്ങനെ തോളെ കയറ്റുന്ന സാറുമായിട്ട് ചൂട് ഫ്രണ്ട്ഷിപ്പായി. സ്തോത്രം. ആ പേടിയും ബഹുമാനവും തോളെ കയറ്റിട്ട് അതേപോലെ തന്നെ യേശുവിന് നമുക്ക് യേശുവിന് വന്ന് നമ്മളെ ദേഹത്തോട് ചാരി അങ്ങോട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയമുണ്ട്, ഭീതിയുണ്ട്. പക്ഷെ എന്ത് ചെയ്യും? നമുക്ക് സാന്ത്വനോട് സംസാരിക്കും. സ്കൂളിൽ കണ്ട അധ്യാപകരോട് ഞാൻ സംസാരിച്ച പോലല്ല, പിന്നെ സംസാരിച്ചു ചൂടും ഫ്രീഡമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഫ്രീഡമായിട്ട് എനിക്ക് ചോദിക്കാൻ തുടങ്ങി പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെയുള്ള ദിവസങ്ങളിൽ ചില ദിവസങ്ങളെല്ലാം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് വിശാലമായിട്ട് സംസാരിക്കാൻ തോന്നി. കാര്യം എന്തുവാ? എനിക്ക് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റും. അതുപോലെ യേശു എന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞു, തമ്പുരാൻ പറഞ്ഞ ദൈവം തമ്പുരാൻ പറഞ്ഞൊരു ദൂത, ഞാൻ നിന്നെ ചാരി നിന്ന നിന്നോട് ഞാൻ സംസാരിക്കും. പിന്നെ എന്താ നിനക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാതെ? നിനക്ക് എന്തോ ഭയം? എവിടെ വെച്ചാൽ നീ ഭയപ്പെടുന്നത്? ഞാൻ നിന്നോട് ചാരി നിൽക്കുന്നെങ്കിൽ നിന്നെ തൊട്ടാൻ ഞാൻ അറിയിക്കും. അല്ലയോ? ദൈവം നമ്മളോട് ചാരി നിൽക്കുക, നമ്മളിങ്ങനെ പറിച്ചോണ്ടിരിക്കുവാണെങ്കിൽ നമ്മളെ ആരും തൊട്ട ആരറിയും? ദൈവം പറയാം അത്രയ്ക്ക് കരുതലാണ് നിന്നെ ഞാൻ കരുതുന്നത്. ഒരു ദൈവപൈതലിനെ അത്രമാത്രമാ കരുതുന്നത്. പിന്നെ എന്തിനാ നീ ഭയപ്പെടുന്നത്? ഇന്ന് ദൂത് കേട്ട അവൻ യാക്കോബിനോട് പറയുക, യേശാവിനെ കണ്ട് നീ എന്തിനാ ഭയപ്പെടുന്നത്? അവൻ ഭയപ്പെട്ടിരുന്നതാ, വിറച്ചിരുന്നതാ. യേശാവ് എന്ത് ചെയ്യുക? വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു ചുറ്റിച്ചു.
ഏശാവും യാക്കോബോടെ സഹോദര സ്നേഹമല്ല ചുംബിച്ചത്. ദൈവം ആരെ അയച്ചേക്കുന്നത്? ഏശാവിനെ അയച്ചേക്കുന്നതും യാക്കോബിനെ അയച്ചേക്കുന്നത്. ദൈവം ഒരുവന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം അനുകൂലമാണെങ്കിൽ പ്രതികൂലമാണ്. ദൈവവചനം പറയുന്നത് എന്റെ യേശു എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നെങ്കിൽ എന്റെ ജീവിതത്തിനകത്ത് എന്താ പ്രതികൂലമാവുന്നത്? ഒന്നും പ്രതികൂലമാകത്തില്ല. കാര്യം എന്തുവാ? എന്റെ യേശു എനിക്ക് അനുകൂലമാണ്. പകൽ തിരിച്ചറിയണം, എന്റെ യേശു എനിക്ക് അനുകൂലമാണ്. പ്രതികൂലമായി ഒന്നിനും നിൽക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഏശാവിനെ ചുംബിച്ചു. അടുത്ത വാക്യം, ഏശാവ് പേടിച്ച് 3-4-5 ഗ്രൂപ്പായിട്ട് തിരിച്ചു വെച്ചേക്കുവാ. സ്തോത്രം. പൊട്ടിക്കുവാ. അടുത്തത് അവന്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. രണ്ടുപേരും കരഞ്ഞു. ഇനി അവൻ തലമുക്കി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കണ്ടു. നിന്നോട് കൂടെയുള്ള ഇവർ ആരെന്ന് ചോദിച്ചതിന് സ്തോത്രം. കണ്ടോ? തല പൊക്കി ചോദിച്ചു. ഫസ്റ്റ് ഉള്ളവരെ ആര് കാണുന്നത്? ഏശാവ് കാണുന്നത്. ഇതാരാ? അവന്റെ ജോലിക്കാരെ, അവന്റെ ദാസന്മാരെല്ലാം ഫ്രണ്ടിൽ വെച്ചേക്കുന്നത്. അടുത്ത അവന്റെ മെയിൻ സ്ഥാനത്തെ എല്ലാം എന്ത് ചെയ്ത് വെക്കുക? അന്ന് മാറ്റി നിർത്തി, കുടുംബത്തെ മാറ്റി നിർത്തി. സ്തോത്രം. പറയുക ധാരണ. സ്തോത്രം. അടുത്തത്, ദൈവം അടിയിൽ നൽകിയിരിക്കുന്ന മക്കളെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ദാസിമാരും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ലേയായും മക്കളും അടുത്തു വന്ന് നമസ്കരിച്ചു. ഒടുവിൽ യോസേഫും റാഹേലും അടുത്തു വന്ന് നമസ്കരിച്ചു. 3 ഗ്രൂപ്പ് ആക്കി വെച്ചത് കുടുംബത്തെ തന്നെ 3 രീതിയാക്കി വെച്ചു. പക്ഷെ അവസാനം ആര് വരുന്നത്? യോസേഫും റാഹേലും വരുന്നത്. സ്തോത്രം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഒരുവനും ആരെ ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ ഏത് സ്ഥാപനത്തിൽ ചെന്നാലും, ഏത് വിഷയത്തിൽ ചെന്നാലും ആര് പ്രവർത്തിക്കും? ദൈവം പ്രവർത്തിക്കും. നിന്നെ മാറ്റി നിർത്താൻ ആരും സമ്മതിക്കത്തില്ല. പകലോർത്തോ അതുപോലെ വെളുപ്പിടാമോ? അടുത്തത്, എന്തുവാ? ആദ്യമേ യേശാവ് ഇനി എത്തുന്ന മുമ്പേ കുറെ സമ്മാനങ്ങൾ അയക്കുക. എന്തുവാ? യേശാവിന്റെ മനസ്സല്ലേ, മാനുഷ്യ ബുദ്ധിയാ. എന്തുവാ? ഇതെല്ലാം ജനങ്ങൾ ആർക്ക് മനസ്സറിയണം? ദൈവം മനസ്സരിച്ച് കൊണ്ടുവന്നേക്കുക. ദൈവം കൊണ്ടുവന്നിട്ട് നീ എന്ത് ചെയ്യണ്ട? കൈക്കൂലി കൊടുക്കണ്ട. നിനക്ക് വേണ്ടി ആരൊരുക്കുക? ദൈവം ഒരുക്കി വെച്ചിരിക്കുക. അതിനകത്ത് നിന്റെ ചിന്ത വേണ്ട, നിന്റെ ചിന്ത വേണ്ട. യേശാവ് എന്തിനാണ് അതെല്ലാം അയച്ചേക്കുന്നത്? യേശാവ് എന്തിനാ ഇത് അയച്ചേക്കുന്നത്? എന്തിനേതല്ല. സ്തോത്രം. അപ്പ പറയുക എന്റെ സഹോദരനോടുള്ള സ്നേഹമാണ്. അടുത്ത വാക്യം, സ്തോത്രം. ഒരു പായസം കൊടുത്ത് സ്വന്തം ജ്യേഷ്ഠഭാഷ മേടിച്ചവനാണ് ഇപ്പൊ യജമാനായി. ഈ യജമാൻ എന്നുള്ള വാക്കെല്ലാം പേടിച്ച യജമാനായി നീ ഒരാളെ മാത്രമേ വിളിക്കാവൂ, കർത്താവ് ദൈവത്തെ മാത്രമേ വിളിക്കാവൂ. സ്തോത്രം. അടുത്ത പുസ്തകങ്ങളിൽ വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പലരും നമസ്കരിക്കാൻ പറഞ്ഞാൽ അവർ പറയും, ഞങ്ങൾ യഹോവയെ ദൈവത്തെ അല്ലാതെ മറ്റാരെയും നമസ്കരിക്കാറില്ല. ഇതാ ചിലവർക്ക് ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടായാലും എന്താ സംസാരിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് പരിജ്ഞാനമില്ല. യജമാനെ വിളിച്ച് സൂപ്പിക്കേണ്ട കാര്യമില്ല. യേശാവ് വന്നു ചുംബിച്ചപ്പോഴേ തീർന്നു വിഷയമാണ്. പിന്നെ പറയുക യജമാനെ സന്തോഷിപ്പിക്കാൻ. സ്തോത്രം. അവിടെ ഒരു കാര്യമുണ്ട്, ദൈവം നമുക്ക് ഇതിനകത്ത് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യാക്കോബ് അങ്ങോട്ട് പോയപ്പോൾ സ്വന്തം സഹോദരനെ കബളിപ്പിച്ച് അവന്റെ ജ്യേഷ്ഠാവകാശം മേടിച്ചു പോയവൻ ദൈവത്തിന്റെ കൃപയനുസരിച്ചപ്പോ അവൻ താഴ്മയുള്ളവനായി, അവൻ ഭയവും താഴ്മയുള്ളവനായി കൊടുക്കേണ്ട രീതി കൊടുക്കും. സ്വന്തം എങ്കിലും പറയേണ്ട ചില വാക്കുകൾ, ഉച്ചരിക്കേണ്ട ചില വാക്കുകൾ ഓർത്തോണം. ദൈവത്തിലെ നീ ആർക്കാ മഹത്വം കൊടുക്കാവൂ? ദൈവത്തിനെ മഹത്വം കൊടുക്കാവൂ. അടുത്തത്, കണ്ടോ? എനിക്ക് വേണ്ട. ദൈവമക്കളെ നിനക്കുള്ളത് ആര് തന്നേക്കോ? ദൈവം നിനക്ക് തന്നേക്കോ. നീ എടുത്തു. അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റാർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഞാനൊരു ഡോറൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. എന്ന് പ്രിയ ദൈവമക്കളെ ഓർത്തോ, ദൈവം എനിക്ക് തരുന്ന നന്മ, എനിക്ക് തരുന്ന അനുഗ്രഹം അത് മറ്റൊന്നും പോകാൻ പാടില്ല. ഇന്ന് പകലോർത്തോ, സ്വന്തം ദൈവം എനിക്ക് തരുന്ന നന്മ അത് ഹോസ്പിറ്റലിൽ കളയാനുള്ളതല്ല, ഡോക്ടേഴ്സിന് കൊടുക്കാനുള്ളതല്ല, അത് എനിക്ക് അനുഭവിക്കാനുള്ളതാണ്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന നന്മ മറ്റുള്ളവരെ കൈക്കൂലി കൊടുക്കാനുള്ളതല്ല. എനിക്ക് തന്നിരിക്കുന്ന നന്മ നശിപ്പിക്കുവാനുള്ളതല്ല, മറ്റുള്ളവരെ നശിപ്പിക്കുവാനുള്ളതല്ല, മറ്റുള്ളവരുടെ ആത്മാർത്ഥത്തിന് കൊടുക്കാനുള്ളതല്ല. എനിക്കുള്ള നന്മ ദൈവത്തെ മഹത്വപ്പെടുത്താവുക. ദൈവം എനിക്ക് തന്നത് അതെനിക്ക് പൂർണ്ണമായും അനുഭവിക്കണം എന്ന് വളരെ ദൈവജനമേ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവസനെ പൂർണ്ണമായി ഏൽപ്പിച്ച് എന്റെ സമ്പത്ത്, എന്റെ തലമുറയുടെ സമ്പത്ത് ദൈവം
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്തത് അതിന് യാക്കോബ്, അങ്ങനെയല്ല, എന്നോട് കൃപയുണ്ടെങ്കിൽ എന്റെ സമ്മാനം എന്റെ കയ്യിൽ നിന്ന് വാങ്ങണമേ. അതിന് യാക്കോബ് പറഞ്ഞു, എന്നോട് കൃപയുണ്ടെങ്കിൽ, എന്നോട് വാത്സല്യമുണ്ടെങ്കിൽ, എന്നോട് ദയവുണ്ടെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നില്ല, അതെന്ത് ചെയ്യണം? അങ്ങ് വാങ്ങും. കാര്യം അത് ആ സമ്മാനങ്ങളെല്ലാം അർഹതപ്പെട്ടത് ആക്കാം. യേശുവിന് അർഹതപ്പെട്ട കാര്യം യേശുവിനെ കബളിപ്പിച്ചുണ്ടാക്കിയത്. സ്തോത്രം. ചിലർ പറയുന്നില്ല, കർത്താവ് പറയുന്നില്ല, സ്തോത്രം, ഒരു പൈസയുടെ മേലെടുത്താരുടെ ലാസറിന്, അല്ല, മേലെടുത്താരുടെ കൈസറിന്, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ള ദൈവത്തിനും. സ്തോത്രം. അതിന്റെ പേരെടുത്താല എന്താ പറഞ്ഞാൽ, ഒരു ഗോതമ്പ് മണിയുടെ പേരിൽ 6 പേരെഴുതിയിട്ടുണ്ട്. നമ്മൾ കഴിക്കേണ്ടത് നമ്മൾ പേരെഴുതിയിട്ടുണ്ട്. അതിന് ഏതെല്ലാം ചാക്കിൽ ഏതെല്ലാം രീതി പോയാൽ ആ അരി നമ്മളെ അടുത്ത് വരും, ആ ഗോതമ്പ് മണി നമ്മുടെ അടുത്ത് വരും. അറിയുമോ? അത് നമ്മളെ വൈറ്റി വരാവുള്ളത്. അത് ഉണ്ടായപ്പോഴേ ദൈവം കൽപ്പിച്ചതാണ്. ഈ സ്ഥാനം ആർക്കുള്ളതാ? അവനുള്ളതാ. അതുപോലെ ആഹാരമെല്ലാം അങ്ങോട്ട് കഴിക്കപ്പെടും. ചിലർ പറയും ആഹാരത്താൽ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഈ ആഹാരം എന്നെ രോഗിയാക്കും. അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ആഹാരം മുന്നിൽ വരുമ്പോൾ അതുപോലെ സ്തോത്രം, അത് നിങ്ങൾക്ക് ഈ കിച്ചണിലേക്ക് സ്തോത്രം ജോലി ചെയ്യുമ്പോൾ, ആഹാരം പാകം ചെയ്യുമ്പോൾ, ഇതെല്ലാം ചെയ്യുമ്പോഴെല്ലാം സ്തോത്രം പറഞ്ഞു ചെയ്യുന്നത്. ഇത് ദൈവം എനിക്ക് തന്നതാ, എന്റെ കുടുംബത്തിന് തന്നതാ. ഈ ആഹാരം അനുഗ്രഹമാക്കി തരണേ, ഈ കൂട്ടാൻ അനുഗ്രഹമാക്കി തരണേ, ഈ കറി അനുഗ്രഹമാക്കി തരണേ. ഇതിനകത്ത് എത്തിരിക്കുന്ന എല്ലാം ദൈവം എനിക്ക് തന്നിരിക്കുന്ന. അതേപോലെ മേശക്കകത്ത് ആഹാരം വരുമല്ലോ, ആമേ, വിളമ്പി അങ്ങോട്ട് കൊണ്ടു തരുമ്പോൾ അതിനകത്തോട് കൈവച്ചിട്ട് നമുക്ക് സ്തോത്രം പറയണം. കർത്താവ്, ഈ ആഹാരത്തെ അങ്ങ് ശുദ്ധീകരിച്ചതാ. ഈ ആഹാരം എനിക്ക് രോഗിയാക്കാനല്ല, ഈ എനിക്ക് ആരോഗ്യമാക്കി തരട്ടെ. ഈ ആഹാരം എനിക്കൊരു ആരോഗ്യമാക്കി തരട്ടെ. ഈ വെള്ളം എനിക്കൊരു അനുഗ്രഹമാക്കി തരട്ടെ. ഈ വെള്ളം എന്നെ രോഗിയാക്കാനല്ല, ഈ വെള്ളം എനിക്കൊരു ആരോഗ്യമുള്ളതാക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചങ്ങോട്ട് ഭക്ഷിക്കണം. എന്ത് കിട്ടിയാലും, ഒരു മുട്ടായി കിട്ടിയാൽ പോലും അതേപോലെ സ്തുതി പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് അതങ്ങോട്ട് സ്തോത്രം പറഞ്ഞ് അങ്ങോട്ട് കഴിക്കണം. കഴിക്കണമെങ്കിൽ ദൈവം പറയുക, ഒരു ആഹാരവും നിന്നെ രോഗിയാക്കത്തില്ല, നിന്നെ ആരോഗ്യത്തോടെ പുറത്തു കൊടുക്കും. ചിലവർ പറയാറുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്, കഴിക്കാൻ ഭാഗ്യമില്ല, ഫ്രണ്ടിൽ കൊണ്ട് വെക്കാറില്ല, പറയാം എനിക്ക് ഒരു തവി മതി, എനിക്ക് ഒരു ഗ്ലാസ് മതി, സ്തോത്രം, എല്ലാം ഉണ്ട്, കഴിക്കാൻ പറ്റുന്നില്ല. ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഉണ്ടായിട്ട് കാര്യമുണ്ടോ? സ്തോത്രം. ഏത് കഴിക്കാം, നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് കഴിക്കാം. കാര്യം സ്തോത്രം. ആർക്ക് മഹത്വം കൊടുക്കണം? ദൈവത്തിന് മഹത്വം കൊടുക്കണം, ദൈവത്തിന് വില കൊടുക്കണം. വില കൊടുക്കണമെങ്കിൽ എല്ലാം കഴിക്കാനുള്ള കൃപ ആരും തരും? ദൈവത്തിന്. ഒന്നും നിന്നെ എന്ത് ചെയ്യത്തില്ല, രോഗിയാക്കത്തില്ല, രോഗിയാക്കത്തില്ല. ദൈവത്തിനെ രോഗിയാക്കി കിടക്കയിൽ കിടത്താനല്ല ദൈവം ആഗ്രഹിച്ച്, കിടക്കയിൽ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത്. നിന്നെ രോഗിയാക്കി കിടക്കയിൽ ഒരു തീരാ രോഗിയാക്കി, അവൻ നിത്യ രോഗിയാക്കി കാവ്യ ദേശത്തിനെ പരിഹസിച്ചും അപമാനിച്ചും വിടാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. രോഗത്തിന് പുറത്തു കൊണ്ടുവരാനാണ് വിളിച്ചിരിക്കുന്നത്. കാര്യമല്ലോ, ദൈവത്തിന്റെ വചനം പറയുന്നു, 2022 വർഷം യേശുവിന്റെ രക്തം ഒഴുകിയത് നിന്റെ രോഗത്തെ മാറ്റുവാനാ, നിന്റെ ശാപത്തെ മാറ്റുവാനാ, നിന്റെ രോഗത്തെ മാറ്റുവാനാ. ഏത് വ്യാധി നിന്നെ പിടിച്ചാലും ആ വ്യാധിയെ സൗഖ്യമാക്കി പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. ഇന്ന് നീ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ടവനാ, യേശുവിന്റെ രക്തത്താൽ നിന്നെ വീണ്ടെടുത്തവനാ, യേശുവിന്റെ രക്തത്താൽ ദൈവത്തിനെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് രോഗിയാക്കാനല്ല, രോഗത്തിന് പുറത്തു കൊണ്ടുവരുവാനാ. ഈ യാക്കോബിന്റെ പുസ്തകമായ യാക്കോബിന്റെ ജീവിതം പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. 2 റൂട്ടിൽ തന്നെ അത് നമ്മളെ പഠിപ്പിക്കുന്നു. 2 റൂട്ടിൽ. അത് ചെയ്തത് എന്തിനാ, അത് ചെയ്യാത്തത് എന്തിനാ, ചെയ്യാത്തത് എന്താ, ചെയ്തതിനാ. ഇതെല്ലാം എന്ത് പഠിപ്പിക്കുന്നുണ്ട്, ദൈവം പഠിപ്പിക്കുന്നു. സ്തോത്രം. അടുത്ത വാക്യോട് വായിക്കാം. ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്ക് എന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ. സ്തോത്രം. ഈ വാക്ക് ഉപയോഗിച്ചതോട് മാത്രം, ഈ വാക്കിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്റെ ദൈവത്തിന്റെ മോഹം ഞാൻ ദൈവത്തിന് കാണും. അതിന് ഒരിക്കലും ഒരു മനുഷ്യനെ മോഹം വെക്കത്തില്ല. കാര്യം ഒന്ന്, ഏഷ്യാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി അവൻ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടാതിരുന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ദൈവത്തിനും പിതാവിനും ഇഷ്ടമില്ലാത്ത വംശത്തോട് ചേർന്നവൻ. അവൻ
അവനെ ഒരിക്കലും ദൈവമായിട്ട് കാണാൻ പറ്റത്തില്ല. സ്തോത്രം. യാക്കോബ് അത് പറയുന്നുണ്ട്. സ്തോത്രം. യാക്കോബ് ആ തൽക്കാലത്തേക്ക് അത് പറഞ്ഞിട്ട് യാക്കോബ് അത് അനുവദിക്കുന്നുണ്ട്. കാര്യം യാക്കോബ് ചെയ്ത തെറ്റും അങ്ങനെ ആരോട്? അവരോട് ചെയ്തത്. അത് അവരോട് ഏറ്റു പറയുന്നുണ്ട്, ക്ഷമ ചോദിക്കുന്നു. യാക്കോബ് ക്ഷമ ചോദിക്കുന്നുണ്ട്. കാര്യം പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവർ ക്ഷമ ചോദിച്ച് താഴ്മ കൊടുത്തിട്ട് സ്വന്തം മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്? ശ്രേഷ്ഠനായിട്ട് കാണുന്നു. അതും ഒരു ദൈവവേദനയിൽ വേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. ഒരുവനെ എന്ത് ചെയ്യല്ലേ? ചെറുതായിട്ട് കാണല്ലേ? എല്ലാവരും എന്ത് ചെയ്യുന്നു? ശ്രേഷ്ഠനായിട്ട് കാണണം. പക്ഷേ ദൈവത്തിന് ഒപ്പമായി ആരെ എന്ത് ചെയ്യല്ലേ? കാണരുത്. ദൈവം എന്ന് പറയുന്ന ഒരു പേര് അതിനോട് എന്ത് ചെയ്യല്ലേ? ചേർക്കരുത്. അടുത്തത് എനിക്ക് വേണ്ടതോടെ ഉണ്ടെന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അങ്ങനെ അവനത് വാങ്ങി. പിന്നെ അവൻ നാം പ്രയാണം ചെയ്തു പോകാം. സ്തോത്രം. ഒരു മിനിറ്റ്. യേശുവത് വാങ്ങിയപ്പോഴേ അവരുടെ പ്രശ്നങ്ങൾ എന്താണ്? സ്തോത്രം. അവന് സമാധാനമാണ്. ഞാൻ കൊടുത്തു, അത് വാങ്ങി. ഞാൻ കബളിപ്പിച്ചു, എന്തെങ്കിലും തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഇവിടെ വെച്ച് തീരുവ കൊടുത്തപ്പോൾ തീരുവ. അതും ദൈവം ഒരുവനെ പൂർണ്ണനാക്കും. ഇല്ലയോ? നമ്മുടെ ജീവിതത്തിനകത്ത് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ പൂർണ്ണനാക്കിയിട്ടേ ആര് തരത്തുള്ളൂ? കർത്താവ് തരത്തുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ അത് ഏറ്റു പറഞ്ഞിട്ടേ ആര് തരത്തുള്ളൂ? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരത്തുള്ളൂ. അടുത്തത് നാം പ്രയാണം ചെയ്തു പോകാം. ഞാൻ നിനക്ക് മുമ്പായി നടക്കാമെന്ന് പറഞ്ഞു. അതിന് അവൻ അവനോട്, കുട്ടികൾ നന്നായി ഇളയവരെന്നും കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ടെന്നും യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. യാക്കോബിനെ പൂർണ്ണ ഹൃദയത്തോടെ യേശുവാവ് ഏറ്റെടുത്ത് വിളിച്ചപ്പോൾ യേശുവാവിനോട് പറഞ്ഞു, ഞാൻ വരാം, ആദ്യം വന്നു പോകൂ, നിങ്ങളുടെ പുറമേ ഞാൻ വരാം. എൻ്റെ കൂടെ കുഞ്ഞുങ്ങളാണ്, അവരെല്ലാം വരാൻ സ്തോത്രം. ചില സാവധാനമുണ്ട്, അവരെ കൊണ്ട് ഞങ്ങൾക്ക് എത്തിക്കോളാം. സ്തോത്രം. ഈ വചനത്തിനകത്ത് നമ്മൾ പഠിച്ചപ്പോൾ ഒരു രാത്രി അവർ മല്ലിട്ട് പ്രാർത്ഥിച്ചു. യാക്കോബ് കടകിനകത്ത് തിരഞ്ഞെടുത്ത് മല്ലിട്ട് പ്രാർത്ഥിച്ചു. ആരെ? കുടുംബത്തെയെല്ലാം അക്കരെ ആക്കിയിട്ട് അവർ ഒറ്റയ്ക്ക് വന്നിരുന്ന് അവരോട് പ്രാർത്ഥിച്ചു. കാര്യം ഒറ്റയ്ക്കായി വന്ന് പോയത്. അപ്പോഴും അവർ കൂട്ടിരുന്നാരാ? ദൈവമാണ്. തിരിച്ചു വന്നപ്പോൾ അവരെല്ലാം വിട്ടിട്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു. കണ്ണുനീരൊഴുക്കി നിലവിളിച്ചു പ്രാർത്ഥിച്ചു. സ്തോത്രം. അവിടെ നൂതനമായി മല്ലിട്ടു. അവൻ ജയിച്ചു. അവൻ അനുഗ്രഹത്തോടെ നീയും. ഇന്ന് പ്രിയ മക്കളെ, ചില കുറവുകൾ, ചില വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ ചില അനുഗ്രഹത്തിന് തടസ്സങ്ങൾ എന്ന് പറഞ്ഞ് അനുഗ്രഹം നമുക്കുള്ള ജീവിതത്തിനകത്ത് എന്തില്ല? കിട്ടാതെ പോകില്ല. ദൈവം വെച്ച അനുഗ്രഹം നിശ്ചയമായി നമുക്ക്. ആരൊക്കെ നിന്ദിച്ചാലും പരിഹസിച്ചാലും അപമാനിച്ചാലും ആരെയും വെച്ചിട്ടുണ്ട്, കർത്താവ് നമുക്ക് അനുഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി ആര് പ്രവർത്തിക്കും? കർത്താവ് പ്രവർത്തിക്കും. അതിനകത്ത് കർത്താവ് പ്രവർത്തിക്കുന്ന സമയം വരെ ചില നിന്ദകൾ ഉണ്ടാവാം, പരിഹാസം ഉണ്ടാവാം, ചില അപമാനങ്ങൾ ഉണ്ടാവാം. ഇതൊന്നും കണ്ടെത്തിയല് നമ്മളൊന്നും എന്തിയല് പതറിപ്പോകും. ദൈവസ്ഥനെ ഏറ്റുപറയണം. നമ്മളെ തന്നെ കഴുകി പ്രാർത്ഥിക്കണം, കഴുകി ഏൽപ്പിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിനകത്ത്, പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ സ്തോത്രം. പഴയ നിയമത്തിനകത്ത് നമ്മൾ ഇത് പഠിച്ചെങ്കിൽ പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ ദൈവത്തിന് ഉപരിയായി മറ്റൊന്നിനെയും കാണരുത്. നമ്മളെ മക്കളാവട്ടെ, നമ്മുടെ സ്വത്താവട്ടെ, നമ്മുടെ ഭർത്താവട്ടെ, നമ്മുടെ ഭാര്യയാവട്ടെ, ആരോ ആവട്ടെ, നമുക്കുള്ള വീടാവട്ടെ, എന്തിനും ദൈവത്തിന് ഉപരിയായിട്ട് എന്ത് ചെയ്യല്? കാണരുത്. ദൈവത്തിന് ഉപരിയായിട്ട് എന്ത് ചെയ്യല്? കാണരുത്. കണ്ട അത് ദൈവനഷ്ടമാണ്. അത് നിനക്ക് വേദനയാണ്. സ്തോത്രം. ഏറ്റവും കൂടുതൽ ആർക്ക് ഏർപ്പെട്ട് കൊടുക്കാവും? സ്തോത്രം. ഞാൻ യാക്കോബിന്റെ കാര്യത്തിനകത്ത് പറഞ്ഞപ്പോൾ ചില കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന് ഉപരിയായിട്ട് കാണുന്നു. അത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഞാൻ പുതിയ നിയമം അടിസ്ഥാന പ്രകാരം ഞാൻ പറയുന്നു. പഴയ നിയമം അടിസ്ഥാന പ്രകാരം സ്വന്തം സഹോദരങ്ങളെല്ലാം അത്രയും റെസ്പെക്റ്റോടായിരുന്നു അന്ന് കാണുന്നത്. പുതിയ നിയമത്തിനകത്ത് പറയുന്നത് എന്ത് പറഞ്ഞേ? അപ്പനെയോ അമ്മയോ സഹോദരന്മാരെയോ വിട്ട് എന്റെ പിന്നാലെ വരും. അവിടെ സഹോദരനല്ല സ്ഥാനം, സഹോദരിക്കല്ല സ്ഥാനം, ഭാര്യക്കല്ല സ്ഥാനം, ഭർത്താവിനല്ല സ്ഥാനം, മക്കൾക്കല്ല സ്ഥാനം, സ്വത്തിനല്ല സ്ഥാനം, ജോലിക്കല്ല സ്ഥാനം. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കർത്താവിന്. ആ കൊടുക്കുന്നതിന് ഞാൻ 100 മടങ്ങ് മടങ്ങിക്കൊണ്ടു. ഞാൻ ആ അടിസ്ഥാനത്തിലാണ് ആ വചനത്തെ അത്രയും വ്യാഖ്യാനിച്ച് പറഞ്ഞത്. കാര്യം ദൈവത്തിന് ഉപരിയായി മറ്റാരെ സ്നേഹിക്കുന്നത്. സ്വന്തം ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദാനിയേൽ ദിനം പ്രതി 3 പ്രാവശ്യം ദൈവത്തെ പ്രാർത്ഥിക്കും. യെരൂശലേമിലേക്ക് നോക്കി പ്രാർത്ഥിക്കും. അത് മുടക്കാനാണ് നോക്കിയത്. അതിനുവേണ്ടി സിംഹം കൂട്ടി പോയി കിടന്നത്.
പക്ഷേ സ്വന്തം അവിടെയും അവരൊരു അനർത്ഥവും ചെയ്തില്ല, ദൈവം വരുത്തിയില്ല. ഇന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനകത്ത് ഒരു അനർത്ഥവും ആർക്കും ദൈവത്തില്ല, വരുത്തുവാൻ കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന കുടുംബത്തെയോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയോ ഒരു വ്യക്തിക്കോ ദൈവത്തില്ല തൊടുവാൻ പറ്റത്തില്ല. നിങ്ങൾ പിന്നെ എന്തിനെ ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? യേശു എനിക്ക് അനുകൂലമെങ്കിൽ എന്ന വചനത്തിനകത്ത് പറഞ്ഞു. സങ്കീർത്തനം വായിച്ചപ്പോൾ സങ്കീർത്തനത്തിൽ പറഞ്ഞു, എന്ത് പറഞ്ഞു? എനിക്ക് ദൈവം കൂടാരം അടിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ദൈവം കലച്ചോ വലയം അടിച്ചാൽ, എനിക്ക് ദൈവം ആ വലയത്തിനകത്ത് ഞാൻ എങ്കിൽ എന്നെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം എന്ന് പകൽ ഓർത്തു. എന്നെ തുടർന്നെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം അറിയണം. ദൈവം അറിഞ്ഞാലേ എന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തൊടുവാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. എന്നെല്ലാ ദൈവമൊക്കെ വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകല് ആ ദൈവത്തിന്റെ വാഗ്ദത്തം ഓരോ കുടുംബത്തിനകത്ത് നിവർത്തിയാവും. ഓരോ കുടുംബത്തോടും വ്യക്തിപരമായി ദൈവം സംസാരിക്കട്ടെ. ആ ദൈവസന്നിധിയിലേക്ക് ഒരു പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നിന്നെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, നീ മാനുഷികമായി ചിന്തിക്കല്ലേ, ലോകത്തെ നോക്കി നീ ചിന്തിക്കല്ലേ. അതുകൊണ്ട് അതിനോട് പറഞ്ഞത്, കണ്ണുകളാണ് പുറമേ ഉള്ളതല്ല നീ കാണേണ്ടത്, അകമയുള്ളതിനെ കാണ്. അകമയുള്ളതിലേക്ക് നിന്നെ സമർപ്പിച്ചുകൊടു എന്ന് പരിശുദ്ധാത്മാവ് പറയുക, ദൂത് പറയുക. നീ പുറമേയുള്ളതിനെ പലതിനെ കാണുന്നുണ്ട്, അകമയുള്ള ദൈവം തന്നിരിക്കുന്ന ദൂതിനെ, ദൈവം തന്നിരിക്കുന്ന ഉറപ്പിനെ, ധൈര്യത്തെ പലപ്പോഴും നീ കാണുന്നു. അവൻ പുറമേയുള്ളതിനെ നീ ഭയപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? പുറമേയുള്ളതിനെ നീ കാണുന്നതുകൊണ്ട്. ഇന്ന് യാക്കോബ് കടവിനകത്ത്, കർത്താവിന്റെ തീരത്തിനകത്ത് രാത്രി അവൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴ, അല്ലാതെ കുടുംബമായിട്ട് പ്രാർത്ഥിച്ചല്ല, അവൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴ അവന്റെ കുറവുകളെ അവൻ ഏറ്റു പറഞ്ഞു. അവൻ ദൂതനമായി മന്നിട്ടതുപോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക, ദൈവജനമേ, നീ ഒറ്റയ്ക്കിരുന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുക. ചുറ്റുമുള്ളതിനെ കേൾക്കാതെ, അകത്തും പുറത്തുമുള്ളതിനെ കേൾക്കാതെ, നിന്റെ ഭവനത്തിനകത്തും പുറത്തുമുള്ളതിനെ കേൾക്കാതെ, നീ ദൈവത്തിന്റെ ശബ്ദത്തെ മാത്രം നോക്കി ആ ദൈവ ശബ്ദത്തോട് നീ പ്രാർത്ഥിക്കുക, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക, നിന്റെ ദൂതിനകത്ത് ദൈവം നിവർത്തിയാക്കാൻ സമയമായി. നീ പലതും പുറത്തു നോക്കി നീ ഭയപ്പെടുന്നതുകൊണ്ട്, പുറത്തു നോക്കി നീ ചിന്തിക്കുന്നതുകൊണ്ട്, പുറത്തുള്ളതിനെ നോക്കി നീ ഓടുന്നതുകൊണ്ട് പല അനുഗ്രഹവും നിനക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത്. ഇന്ന് പകൽ നീ പറയുക, ദൈവം ഇതിലെ പൂർണ്ണ ഹൃദയത്തോട് ദിവസം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. പുറത്തുള്ളതൊന്നും എന്തൊക്കെ കേൾക്കട്ടെ, പുറത്തുള്ളതല്ല എന്തൊക്കെ എന്റെ അടുത്ത് വരട്ടെ, അതിനെ ഒന്നും ഞാൻ ഭയപ്പെടത്തില്ല. കാര്യം ഞാൻ യേശുവിനെ നോക്കിയാ പ്രാർത്ഥിക്കുന്നത്, ഞാൻ യേശുവിനെ നോക്കിയാ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകരന്റെ യേശു എനിക്ക് മറുപടി തരാൻ പോവാ, എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്, എന്റെ മേലെ അത്ഭുതം ചെയ്യാൻ പോവാ. ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് എന്റെ യേശു അത്ഭുതം ചെയ്യാൻ പോവാ. ഏൽപ്പിച്ച പ്രാർത്ഥന കർത്താവേ, എന്റെ കുറവുകള്, എന്റെ വീഴ്ചകള്,